السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 66 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞത്. ഈ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ വിഷയം, അതായത് പുതിയൊരു സംഭവകഥ തുടങ്ങുകയാണ് ഇൻഷാല്ലാ. ഇന്ന് ഏകദേശം 3 ആയത്തുകൾ നമുക്ക് കവർ ചെയ്യാൻ നോക്കാം ഇൻഷാല്ലാ. 67-ാമത്തെ ആയത്ത്. وإذ قال موسى لقومه إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين. അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ അലൈഹിസ്ലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അദ്ദേഹം മൂസ അലൈഹിസ്ലാം പറഞ്ഞു, ഞാൻ വിവരം കെട്ടവരിൽ പെട്ടുപോകാതിരിക്കാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു. വാക്കർത്ഥം നോക്കാം. വ ഇദ് ഖാല, വ ആൻഡ് അല്ലെ, ഇദ് എന്ന് പറഞ്ഞാല് ഉദ്കുറു ഇദ്, പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഖാല അവൻ പറഞ്ഞു. അപ്പം മൂസ അലൈഹിസ്സലാം, ഇദ് ഖാല മൂസ എന്ന് പറഞ്ഞാല് മൂസ അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. ലി ഖൗമിഹി തന്റെ ജനതയോട്. ലി ഖൗം അല്ലെ, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലി ഒരു ഹർഫിന്റെ കൂടെ വരുമ്പോൾ അത് ലാ ആവും, ഇസ്മിന്റെ കൂടെ വരുമ്പോൾ അത് ലി ആവും. ലി ഖൗം എന്ന് വെച്ചാല് ജനതയോട്. ലി ഖൗമി ഹി അവന്റെ ജനതയോട്. ഖൗമി ഹി അല്ലെ, നമ്മൾ പറയുന്നു അവന്റെ എന്നുള്ളത് ഹൂവും ഹിയും വരും. പക്ഷെ അതിന്റെ തൊട്ട് മുമ്പേ ഉള്ള അക്ഷരത്തിന് കെസ്ര മദ് അല്ലെങ്കിൽ യാ ആണെങ്കിൽ അത് കൗമി ഹു എന്ന് വരില്ല, കൗമി ഹി എന്നാണ് വരിക. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ആ ടിപ്സിന്റെ ക്ലാസ് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പം അത് ഇതുവരെ കേട്ട് തുടങ്ങാത്തവര് നമ്മൾ 3 സെഷൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് കേട്ട് കുറച്ചൊക്കെ എഴുതി വെച്ചൊക്കെ മനസ്സിലാക്കാൻ നോക്കുക. എന്നിട്ട് ഖുർആൻ ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഇതുപോലെയുള്ള ആപ്ലിക്കേഷനൊക്കെ വരുന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ. കൂടുതലുണ്ടെങ്കിൽ ഇവിടെ നമുക്കും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഇൻഷാല്ലാ ഗ്രാമർ ക്ലാസ്സുകളിൽ. അപ്പം ലി ഖൗമിഹി എന്ന് വെച്ചാൽ അവന്റെ ജനതയോട്. ലി പ്ലസ് ഖൗം പ്ലസ് ഹി. ഓക്കെ. ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു. യഅ്മുറുക്കും യഅ്മുറു അവൻ കൽപ്പിക്കുന്നു. കും നിങ്ങളെല്ലാവരോടും. കും അല്ലെ, നമ്മൾ കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുരുഷൻ ഏകവചനം, കും പുരുഷൻ ബഹുവചനം, നിങ്ങൾ എന്നർത്ഥം വരുന്ന. അൻ തദ്ബഹു നിങ്ങൾ അറുക്കുവാൻ. തദ്ബഹ എന്ന് പറഞ്ഞാല് നീ അറുക്കുക. തദ്ബഹു നിങ്ങൾ അറുക്കുക. അൻചാല് അങ്ങനെ ചെയ്യാൻ എന്നുള്ളതിന് വേണ്ടി യോജിപ്പിക്കുന്ന ഒരു ഹർഫാണ് അൻ. അപ്പൊ നിങ്ങൾ അറുക്കുവാൻ. ബഖറ ഒരു പശുവിനെ. ഖാലു അവർ പറഞ്ഞു. അതത്തഖിദുന നിങ്ങൾ ഞങ്ങളെ ആക്കുകയാണോ? എന്നുള്ളത് ഇവിടെ ക്വസ്റ്റ്യൻ, ഹംസത്തുൽ ഇസ്തിഫ്ഹാം ആണ്. നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് അല്ലെ. അതസ്തബദിലൂന, അവിടത്തേക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വാക്കാണ്. തത്തഖിദ അഹദ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് അല്ലെ. അഹദ എന്ന് വെച്ചാൽ എടുക്കുക. അപ്പൊ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെയാണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള അഹദയാണ് ഇവിടെ. അപ്പൊ തത്തഖിദു ന ഞങ്ങളെ. ഓക്കെ, അവസാനം വരുന്നത് ഞങ്ങളെ. ഹുസുവ ഒരു പരിഹാസം, ഞങ്ങളെ ഒരു പരിഹാസപാത്രമാക്കിയാണോ എടുത്തേക്കുന്നത്? ഞങ്ങളെ എന്താ തമാശയാക്കുകയാണോ നിങ്ങൾ? ഖാല അദ്ദേഹം പറഞ്ഞു. അഊദു ഞാൻ ശരണം തേടുന്നു. ബില്ലാഹി അള്ളാഹുവിൽ. അൻ അക്കൂനയുടെ അർത്ഥം മിൻ ജാഹിലിൻ. ഈ 2 വാക്കിന്റെ അർത്ഥം ഇവിടെ തെറ്റാണ്, കറക്റ്റ് ചെയ്യാം. അൻ അക്കൂന ഞാൻ ആയിക്കാം. മിനൽ ജാഹിലീൻ അറിവില്ലാത്തവരിൽ. ഓക്കെ, അറിവ് കെട്ടവരിൽ. ജാഹിലിന്റെ പ്ലൂരലാണ് ജാഹിലീൻ അല്ലെങ്കിൽ ജാഹിലൂൻ. ജാഹിൽ എന്ന് പറയുന്നത് ഫാഇലിന്റെ ഫോമാറ്റ് ആണ്. ആർക്ക് അറിവില്ലയോ അവൻ ജാഹിൽ, ജഹൽ ഉള്ളവൻ ജാഹിൽ. ഓക്കെ, അപ്പൊ ജാഹിലിന്റെ പ്ലൂരലാണ് ജാഹിലീൻ. അപ്പൊ ഞാൻ ജാഹിലുകളിൽ പെട്ടു പോകുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ശരണം തേടുന്നു. തഫ്സീർ നോക്കാം. വഇദ് ഖാല മൂസ ലിഖൗമിഹി
ഞാൻ പറഞ്ഞു മറ്റൊരു സംഭവം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഓർക്ക്, മൂസ അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത്. മൂസ അലൈഹിസ്സലാമിന്റെ ജനത എന്ന് പറയുമ്പോൾ ബനി ഇസ്രായേൽ അല്ലേ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജനത അല്ലെ ഖൗമിഹി ഖൗമിഹി എന്ന് എപ്പോഴും പറയുന്നത്, അല്ലെ ഖൗമുഹു എന്ന് പറയുന്നത്? കാരണം ഒരാള് തന്റെ ജനതയായിട്ട് ഒരു കൂട്ടരെ കണക്കാക്കി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എപ്പോഴും ആത്മാർത്ഥമായിട്ട് എന്തും ചെയ്യുള്ളൂ അല്ലെ. അവരോട് ആ ഒരാള് തന്റെ ജനത എന്ന് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എപ്പോഴും പറയുന്നത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ നന്മയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കാം. ചിലപ്പം അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഒരാൾ ഒരു സമൂഹത്തിന് തന്റെ ജനത എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു നന്മ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും ഖൗമിഹി ഖൗമുഹു എന്നുള്ള അർത്ഥത്തിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ സ്വന്തം ജനത എന്നുള്ള അർത്ഥത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഒക്കെ ബനി ഇസ്രായേലിനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അല്ലെ. അപ്പൊ എല്ലാ സ്ഥലത്തും മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു ആത്മാർത്ഥത, മൂസ അലൈഹി ഇസ്ലാം അവർക്ക് വേണ്ടി ചെയ്യുന്നതും പറയുന്നതും ഒക്കെ അത്രയും ആത്മാർത്ഥമായിട്ട് അത്രയും അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ള ആ ഒരു ഇന്റിമസിയും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എല്ലാ സ്ഥലത്തും ഇത് ഖാല മൂസ ലി ഖൗമിഹി അല്ലെങ്കിൽ യാ ഖൗമി അല്ലെ. ആ ഒരു സ്നേഹം, ആ ഒരു ആത്മാർത്ഥത കാണിക്കാൻ കൂടി വേണ്ടിയാണ്. അപ്പം എന്താണ് പറഞ്ഞത്? ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു യഅ്മുറുക്കും, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. യഅ്മുറു ഹംസ മീം റ അമറ, അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പന. അപ്പൊ നിശ്ചയമായും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു അൻ തദ്ബഹു ബഖറ, നിങ്ങൾ ഒരു പശുവിനെ അറക്കണം. തദ്ബഹു എന്ന് പറഞ്ഞാൽ അറവ്, ഓക്കെ, സ്ലോട്ടർ ചെയ്യുക എന്നുള്ള അർത്ഥം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഒരു പശുവിനെ, ബഖറ ബഖറ ബ ഖാഫ് റ, ഒരു പശുവിനെ അറക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് കൽപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പശുവിനെ അറക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചത്? അപ്പം ഇവിടെ വിശദീകരണങ്ങൾ എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് പിന്നീടുള്ള ആയത്തുകളിൽ വരുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഇവിടെ ബനി ഇസ്രായേലിന്റെ കൂട്ടത്തില് ഒരാള് വേറൊരാള് കൊല്ലുണ്ടായി. ഓക്കെ, ആ അതായത് അയാൾ ആരും അറിയാതെയാണ് ഈ കൊലപാതകം ചെയ്തത്. ഈ മരിച്ച ആളുകൾ കാണുമ്പോൾ ആരാണ് കൊന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ആരോപിക്കണം, നീയാണ് കൊന്നത്, നീയാ കൊന്നത്, അല്ലെങ്കിൽ അവനാണ് കൊന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് തമ്മിൽ അതൊരു ഫിത്നയായി മാറി, അത് ഒരു വഴക്കായിട്ട് മാറി. അപ്പം അവർ ചോദിക്കും, എന്തിനാ നമ്മളിങ്ങനെ വഴക്കടിക്കുന്നത് അല്ലെ, നമുക്ക് മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോയി ചോദിക്കാം. കാരണം അള്ളാഹുവിന്റെ ആണെന്നാണല്ലോ അല്ലെ വെപ്പ്, അവരത്രയും സ്വീകരിക്കുന്നില്ലെങ്കിൽ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർ മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോയി ചോദിക്കും. മൂസ അലൈഹി ഇസ്ലാം അതിനുള്ള മറുപടിയായിട്ട് പറയാണ്, നിങ്ങൾക്ക് ആരാണ് കൊന്നത് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്താക്കുക, ഒരു പശുവിനെ അറക്കുക. ഇതാണ് ഒരു കാരണം ഇങ്ങനെ അവരോട് കൽപ്പിക്കാനുള്ള. വേറൊരു കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ബനി ഇസ്രായേലിന് അവർക്ക് ഈ പശുക്കളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. അവരൊരു പശുക്കുട്ടീനെ സ്വർണത്തിൽ ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങിയ ആൾക്കാരാണ്. അവർക്ക് അതവർ നിർത്തിയെങ്കിൽ പോലും അവർക്ക് ആ ഒരു ഇഷ്ടം ഇപ്പോഴും ബാക്കിയുണ്ട്. കാരണം ഇവര് ഈജിപ്ഷ്യൻ കൾച്ചറിനെ ആരാധിച്ചിരുന്ന ആൾക്കാരാണ്. ഈജിപ്ഷ്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനോടും അവർക്കൊരു പ്രത്യേക എന്താ പറയാ ഒരു താല്പര്യമാണ് അല്ലെ. അപ്പൊ ഈജിപ്ഷ്യൻ കൾച്ചറിൽ നമുക്കറിയാം അവർ ഒരുപാട് വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്നു, അതിനകത്ത് പശുക്കളും ഉൾപ്പെട്ടിരുന്നു. അപ്പം അവരുടെ ഈ ഒരു പശുക്കളോടുള്ള ഒരു ഇഷ്ടം, ആ ഒരു സ്നേഹം കട്ട് ചെയ്ത് കളയണം, അത് നശിപ്പിച്ച് കളയണം, അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയണം. അപ്പം അതിനു വേണ്ടിയാണ് അവരോട് പശുവിനെ അറക്കാൻ പറഞ്ഞതെന്ന് വേറൊരു കാരണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. കാരണം അവര് പശുക്കളെ ഭയങ്കര പരിശുദ്ധമായിട്ട് അല്ലെ, ദൈവമായിട്ടാണ് കരുതിയിട്ടുള്ളത്. അപ്പം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി സൃഷ്ടിച്ച സൃഷ്ടികൾ മാത്രമാണ്, അതിനപ്പുറത്തൊന്നും ഈ പശുവിന്റെ കാര്യത്തിലൊന്നും ഇല്ല. നിങ്ങൾ ആരാധിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വേറെന്തോ ദൈവികമായ പ്രയോജനം കിട്ടാനോ വേണ്ടിയിട്ടൊന്നും ഉള്ളതല്ല. നിങ്ങൾ അതിനെ അറക്ക്, നിങ്ങളുടെ കാര്യം നടക്കട്ടെ. സുബ്ഹാനല്ലാഹ്, അതിനു വേണ്ടി നിങ്ങൾക്ക് തന്നതാണ് അല്ലെ. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം അവരോട് അത് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ പറയും, അവർ പറഞ്ഞു, അതത്തഖിദുന ഹുസുവ, നീ എന്താ നമ്മളെ കളിയാക്കുകയാണോ? സുബ്ഹാനല്ലാഹ് അല്ലേ, ഇത് തമാശക്കാണോ നമ്മളെ? തത്തഖിദു നമ്മൾ പറഞ്ഞു റൂട്ട് ഹംസ ഖദാൽ എടുക്കുക എന്നുള്ള അർത്ഥം. അഖദ ഹുസുവ എന്ന് പറഞ്ഞാൽ പരിഹാസം. ഈ വാക്ക് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ഹംസ അല്ല ഹ സായി ഹംസ, യസ്തഹ്സിഊൻ മുസ്തഹ്സിഊൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മുനാഫിക്കുകളുടെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ അവർ പരിഹസിക്കും, അള്ളാഹു സുബ്ഹാനഹു തആല അവരെയും പരിഹസിച്ചിട്ട് അവർക്ക് സമയം നീട്ടിക്കൊടുക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആരെങ്കിലും കളിയാക്കുക, ആരെങ്കിലും പരിഹാസപാത്രമാക്കുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഹുസുവ എന്നുള്ള വാക്കിന്.
അപ്പൊ അവര് മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്താ നമ്മളെ കളിയാക്കാണോ, എന്താ നമ്മളെ വിഡ്ഢികളാക്കുകയാണോ? അതത്തഖിദുന ഹുസുവ? ഖാല, മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, അഊദു ബില്ലാഹി, ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു. ഔദു ഐൻ വാവ്ദാൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് അല്ലെ, ശരണം തേട. അൻ അക്കൂല, ഞാൻ ആയേക്കാം, മിനൽ ജാഹിലീൻ, എന്ന് ജാഹിലുകളിൽ, അറിവില്ലാത്തവരിൽ പെട്ടത്, അറിവില്ലാത്തവരിൽ പെട്ടവനാവുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ ശരണം തേടുന്നു. ജാഹിൽ, ജാഹിലിന്റെ പ്ലൂറലാണ് ജാഹിലീൻ. ജാഹിൽ എന്ന് പറയുന്നത് ജഹല് ഉള്ള ആൾ, ജഹല് ജീം ഹാലാം, അറിവില്ലായ്മ, വിവരക്കേട്. അറിവില്ലായ്മ എന്ന് പറയുമ്പം ഒന്നെങ്കിൽ ഒരാൾക്ക് അറിയാഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ അവൻ അറിയാത്തതുപോലെ ആക്ട് ചെയ്യുന്നത് ആവാം. ഇത് രണ്ടും ജഹലിൽ പെടും, അറിഞ്ഞിട്ടും അറിയാതെ പോലെ ആക്ട് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഔദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അപ്പൊ എന്തിനാണ് ബനി ഇസ്രായേൽ ഇങ്ങനെ ചോദിച്ചത്? എന്താ നീ ഞങ്ങളെ കളിയാക്കുകയാണോ, പരിഹസിക്കുകയാണോ എന്നുള്ളത്. അപ്പം മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന അവരുടെ അടുത്ത് പറയാണ് അല്ലെ. അപ്പം അവർക്കാണെങ്കിലോ പശുവിനെ കൊല്ലാൻ യാതൊരു താല്പര്യവും ഇല്ല അല്ലെ. ഒരാള് അവർക്ക് ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാല്, നീ എന്താ കളിയാക്കുക അങ്ങനെ ചോദിക്കും അല്ലെ. അപ്പൊ നമ്മളെ വീട്ടിൽ ചിലപ്പം ഭർത്താക്കന്മാരുടെ അടുത്ത് തീരെ പണി, അടുക്കളയിൽ പണി ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ കേട്ടോ, പാത്രം കഴുകാൻ പറഞ്ഞാല് അവര് പറയും, ഈ എന്താ കളിയാക്കുക എന്നെ അല്ലെ. അത് അവര് ചെയ്യാത്തൊരു പണിയല്ലേ, അവര് ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിക്ക പോലും ചെയ്യാത്തൊരു പണി. അത് പറഞ്ഞാൽ ഞാൻ ചോദിക്കില്ലേ, നീ എന്താ പരിഹസിക്കുകയാണോ, ഞാൻ ഒരിക്കലും ചെയ്യാൻ പോണില്ല ഇത്. അതേപോലെ ഇവരെന്താ പശുവിനെ കൊല്ലേ, ഞങ്ങൾ ചെയ്യാനേ പോണില്ല, ഒരു രക്ഷയില്ല, ഇങ്ങനത്തെ പരിപാടിയൊന്നും നമ്മളടുത്ത് പറയേ വേണ്ട. ആ രീതിയിലാണ് അതത്തഖിദുന ഹുസുവ എന്ന് പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ മറുപടി, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. പൊതുവെ ചെറിയ ആയത്തുകളാണിത്, നമുക്ക് ലെസൺസ് നോക്കിയിട്ട് പോവാം. ഏറ്റവും ആദ്യം മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു ക്ഷമയും വിനയം, അങ്ങേയറ്റം ഹംബിളാണ് മൂസ അലൈഹി ഇസ്ലാം അല്ലെ. കാരണം അവര് ചോദിച്ചത്, അതത്തഖിദുന ഹുസുവ, താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഇത് മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്താ ചോദിച്ചല്ലേ. അങ്ങേയറ്റം ആദരണീയനായ, അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു പ്രവാചകനാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് അത്രയും ഇഷ്ടമാണ് മൂസ അലൈഹി ഇസ്ലാമിനെ. ഖുർആനിലുടനീളം എന്ത് കാര്യം പറയുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ഫേവറേറ്റ് ചൈൽഡിനെ പോലെ മൂസ അലൈഹി ഇസ്ലാമിനെ റെഫർ ചെയ്യുന്നത് കാണാം. എന്തുദാഹരണത്തിനും അല്ലെ. ഖുർആനിൽ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യപ്പെട്ട പ്രവാചകനും മൂസ അലൈഹി ഇസ്ലാമാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നേരിട്ടുള്ള സംസാരമാണ്. പക്ഷെ എക്സ്ട്രാ ആയിട്ട് വേറൊരാളെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവാചകനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യപ്പെട്ടിട്ടുള്ള നബി മൂസ അലൈഹി ഇസ്ലാമാണ്. അള്ളാഹുവിന് അത്രയും ഇഷ്ടമുള്ള ഒരു പ്രവാചകന്റെ അടുത്താണ് അവര് ഇതുപോലെ അഹങ്കാരത്തോടു കൂടി ചോദിക്കുന്നത്, നീ എന്താ ഞങ്ങളെ കളിയാക്കുകയാണോ? സുബ്ഹാനല്ലാഹ്. ശരിക്കും മൂസ അലൈഹി ഇസ്ലാമിന് തിരിച്ച് പറയാവുന്ന ഒരു കാര്യം, എന്നോട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യം വന്നു എന്നാണ് അല്ലെ. കാരണം മൂസ അലൈഹി ഇസ്ലാമിന്റെ ഒരു പൊസിഷൻ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് ഡയറക്റ്റ് സംസാരിക്കുകയാണ് 40 രാത്രികളിൽ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരം കടലിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരം വടികൊണ്ട് അടിച്ചിട്ട് അതിൽ നിന്ന് 12 അരുവികൾ പൊട്ടുകയാണ് അല്ലെ. അപ്പം എന്ത് ദുആ ചെയ്തു കഴിഞ്ഞാലും അതിന് ഉത്തരം കിട്ടുമെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് മൂസ അലൈഹിസ്സലാം. നമ്മളൊക്കെ ഇപ്പൊ നമ്മളുടെ എന്തെങ്കിലും കുറെ ദുആകൾ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചു എന്ന് കഴിഞ്ഞു കണ്ടു കഴിഞ്ഞാല് നമുക്ക് ലേശൊരു അഹങ്കാരം വരില്ലേ. കണ്ടോ, ഞാൻ ദുആ ചെയ്താൽ അത് അള്ളാഹ് സ്വീകരിക്കും അല്ലെ, ഞാൻ എന്ത് പറഞ്ഞാലും അത് അതുപോലെ നടക്കും, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച എല്ലാ ദുആകളും, നമുക്ക് ചെറിയൊരു അഹങ്കാരം എവിടെന്നോ കയറി വരും അല്ലെ. പക്ഷെ മൂസ അലൈഹി ഇസ്ലാമോ അതിനേക്കാളും അല്ലെ, ഏത് ലെവലിലാ മൂസ അലൈഹി ഇസ്ലാം നിൽക്കുന്നത്. എന്നിട്ട് ഒരു ഇത്തിരി പോലും അഹങ്കാരമില്ലാതെ, ആ ഒരു ഞാൻ എന്തോ ആണെന്നുള്ള ഭാവമില്ലാതെ ബനി ഇസ്രായേലിന്റെ അടുത്ത് വളരെ ക്ഷമയോടുകൂടി ഡീൽ ചെയ്യാണ് അല്ലെ. നമുക്ക് നമ്മളെ മക്കളെ അടുത്ത് പോലും, നമുക്ക് എല്ലാവർക്കും ഏറി വന്ന വിരലിൽ എണ്ണാവുന്ന മക്കളെ ഉള്ളൂ ഇപ്പൊ. സുബ്ഹാനല്ലാഹ്, 1, 2, 3, 4 അല്ലെ, 5ന്റെ മുകളിലൊക്കെ ഉള്ളവര് വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പൊ. അവരെടുത്ത് പോലും, ആകെ 5 ഉള്ളതിന്റെ അടുത്ത് പോലും നമുക്ക് എന്താണ് ഇതുപോലെ ഡീൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. അവരെങ്ങാനും നമ്മളെ അടുത്ത് ചോദിക്കുകയാണ്, ഉമ്മ നമ്മളെ കളിയാക്കാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ, നീ ആരോടാ സംസാരിക്കുന്നത് നിനക്കറിയോ അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവര് ഈ സംസാരിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്താണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ മറുപടി വളരെ ക്ഷമയോടുകൂടി, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു, എന്നെ എന്താണ് അറിവില്ലാത്തവരിൽ പെട്ടുപോകുന്നതിന്. ഞാൻ അറിവില്ലാത്തവർ, കാരണം അറിവില്ലാത്തവൻ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയായിട്ട് ഇമാരി പരിഹാസം അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു കൽപ്പനയെ ഇങ്ങനെ പരിഹസിക്കുകയുള്ളൂ. അപ്പൊ മൂസ അലൈഹി സ്വലാം അവരുടെ അടുത്ത് തിരിച്ച് ഷൗട്ട് ചെയ്യുന്നതിന് പകരം അല്ലെ, അവരെ ചീത്ത പറയുന്നതിന് പകരം വളരെ ഭംഗിയായിട്ടുള്ള ഒരു ദുആ ആണ് മൂസ അലൈഹി സ്വലാം പറയുന്നത്. അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മാതൃകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു സുബ്ഹാനഹു തആലയിൽ ഞാൻ ശരണം തേടുന്നു അറിവില്ലാത്തവരിൽ പെട്ടുപോകുന്നത്. വേറൊരു ലെസൺ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശരിയാ നിയമങ്ങൾ, ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ ഒരിക്കലും തമാശയാക്കി കളിക്കാൻ പാടില്ല. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നില്ലായിരിക്കും, എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അല്ലെ, ആളുകൾ പറയുന്ന പിന്നെ അള്ളങ്ങൾ എല്ലാവരെയും ദുആ കേട്ടോണ്ടിരിക്കല്ലേ, മൂപ്പർക്ക് അവിടെ വേറെ പണിയില്ലല്ലോ, സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് നഊദു ബില്ലാഹ്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. അതുപോലെ എന്തെങ്കിലും ഒരു റൂള് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് ആരുടെ ലക്ഷണമാണ്? ഒരു ജാഹിലിന്റെ ലക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയെ ചോദ്യം ചെയ്യല്. അടുത്തത് ആളുകളെ പരിഹസിക്കല്, അതും എന്താണ്? ജാഹിലിന്റെ ലക്ഷണം. കാരണം ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്താണ് അല്ലെ അവര് പുച്ഛത്തോട് കൂടി വെച്ച് നീ എന്താ നമ്മളെ കളിയാക്കാണോ എന്നല്ലേ. നമ്മളെ വിചാരം നമുക്ക് ആൾക്കാരുടെ അടുത്ത് ഇത്തിരി സർക്കാസ്റ്റിക് ആയിട്ട്, അതായത് ഒരു കൊള്ളിവാക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ അടി കൂടെ ഒന്ന് വെച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഇത്തിരി ഒരു പരിഹാസം മിക്സ് ചെയ്തിട്ട്, എന്നാ പരിഹാസമാണെന്ന് തോന്നാത്ത രീതിയിൽ ഒരു ഇത്തിരി പുച്ഛമൊക്കെ കലർത്തിയിട്ടൊന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിയുടെ ലക്ഷണമാണ്. നമ്മൾ ഭയങ്കര സ്മാർട്ട് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെക്കാളും എന്തോ സംഭവം ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള സംസാരം വരുന്നത് അല്ലേ. നമ്മളുടെയൊക്കെ സംസാരങ്ങളിൽ വളരെ നൈസായിട്ട് നമ്മൾ പോലും അറിയാതെ അത്തരം കാര്യങ്ങൾ കയറി വരാറുണ്ട്. ശരിക്കും ഇത് ജാഹിലിന്റെ ലക്ഷണമാണ്. കാരണം മറ്റുള്ളവരുടെ അടുത്ത് ബഹുമാനമുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റൂല. ഒരിത്തിരി സെൻസ് ഉള്ള ആളുകൾക്ക് അല്ലെ, സ്വയം ബഹുമാനമുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരുടെ അടുത്ത് അത് ചെയ്യാൻ പറ്റില്ല. കാരണം അവരൊരു പടി താഴെ കാണുന്നത് കൊണ്ട് തന്നെയാണ്, എവിടെയോ ഒരു കിബറിന്റെ എലിമെന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് അല്ലെ, നിങ്ങൾക്കെന്ന് പറയാനില്ല, ഇവിടെ നമ്മൾക്ക് തന്നെ പറയണം. കാരണം നമ്മൾ എല്ലാവരിലും ഇത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അല്ലെ, നമ്മൾ പുറത്തെടുക്കുന്നത് പല പല സ്റ്റൈലിലായിരിക്കും, അത് നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പം ഇത് എന്തിന്റെ ലക്ഷണമാണ്? ജാഹിലിന്റെ ലക്ഷണമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ സ്മാർട്ട്നെസിന്റെയും ബുദ്ധിയുടെയും ഒന്നും ലക്ഷണമല്ല, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവമായതിന്റെ ഒരു റിസൾട്ട് ഒന്നുമല്ല, നമ്മളുടെ ഉള്ളിലുള്ള അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. നമ്മൾ തിരുത്തിയേ മതിയാവും. അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. സുബ്ഹാനല്ലാഹ്. അടുത്ത ആയത്ത് 68. ഖാലു ദുഅ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. അപ്പോൾ അവർ പറഞ്ഞു, അത് അല്ലെങ്കിൽ പശു ഏത് തരമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രക്ഷിതാവിനോട്, അതായത് താങ്കളുടെ രക്ഷിതാവിനോട് താങ്കൾ പ്രാർത്ഥിക്കണം. മൂസ പറഞ്ഞു, പ്രായം വളരെ കൂടിയതോ വളരെ കുറഞ്ഞതോ അല്ലാത്ത ഇടപ്രായത്തിലുള്ള ഒരു പശു ആയിരിക്കണം അതെന്നാണ് അള്ളാഹു പറയുന്നത്. അതിനാൽ കൽപ്പിക്കപ്പെടുന്ന പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക. വാക്കാർത്ഥത്തിലേക്ക് പോവാം. കാലു അവർ പറഞ്ഞു, കാല അവൻ പറഞ്ഞു, കാലു അവർ പറഞ്ഞു, ഉദോ ലന, ഉദോ നീ വിളിക്കുക, നീ പ്രാർത്ഥിക്കുക അല്ലെ. ദുആ അതൊക്കെ നമ്മൾ മുമ്പ് ഈ വാക്ക് വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പ്രാർത്ഥിക്കുക, ലന ഞങ്ങൾക്ക് വേണ്ടി. ല പ്ലസ് ന നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ. ലീ എന്ന കുറച്ചു മുമ്പ് നമ്മൾ ലി ഖൗമെന്ന് കേട്ടിരുന്നു. അതേ വാക്ക് തന്നെയാണ്, അല്ലെ അതേ ഹർഫ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ഇസ്മിന്റെ കൂടെ കൂടുമ്പം ലീയും ഹർഫിന്റെ കൂടെ കൂടുമ്പം ലായും ആയിട്ട് മാറും. മൂപ്പർക്ക് വേറെ വേറെ സ്വഭാവമാണ് ഓരോ സ്ഥലത്ത്. ഓക്കെ, അപ്പൊ ല പ്ലസ് ന നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഞങ്ങൾ നെഹ്നു എന്നുള്ളത് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ ലന, നമ്മൾ ഇന്നലെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലീ, ലക, ലക്കും, ലന. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി നീ വിളിക്കുക. ആരെ? റബ്ബക്ക, നിന്റെ റബ്ബിനോട്. ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്ക്, റബ്ബക്ക നിന്റെ റബ്ബിനോട് അല്ലെ. അത് മൂസ അലൈഹി ഇസ്ലാം മാത്രം ആയതുകൊണ്ടാണ് റബ്ബക്ക എന്ന് പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാം അവരോട് പറയുകയാണെങ്കിൽ എന്താവും? റബ്ബക്കും അല്ലെങ്കിൽ റബ്ബു കും. ഓക്കെ, അപ്പൊ നീ നിന്റെ റബ്ബിനോട് ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുക. യുബയ്യിൻ, അവൻ വ്യക്തമാക്കി തരട്ടെ. ഇവിടെ യാ ആദ്യം വന്നത് കൊണ്ട് അവനാണ്. ബയാൻ, നൂനാണ്. ബയാൻ എന്ന് വെച്ചാൽ ഒരു കാര്യം ക്ലിയർ ആക്കുക. ബയ്യന എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള കാര്യം, വളരെ ക്ലിയർ ആൻഡ് എവിഡന്റ് ആയിട്ടുള്ള കാര്യത്തിനാണ് ബയ്യന എന്ന് പറയുന്നത്. അപ്പം അവൻ വ്യക്തമാക്കി തരട്ടെ. ലന വീണ്ടും ഞങ്ങൾക്ക് അല്ലെ. മാ എന്ത്, ഹിയ അത്. ഹിയ എന്ന് പറയുന്നത് ഇവിടെ എന്തിനാണ്? പശുവിനെയാണ് റെഫർ ചെയ്യുന്നത് അല്ലെ. പശു സ്ത്രീലിംഗമാണ് നമുക്കറിയാം. ബക്കാറ തുൻ അല്ലെ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു അത് എന്ന് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഇറ്റ് എന്ന് പറഞ്ഞാൽ പോലും അറബിയിൽ നമുക്ക് ഒരു ജെൻഡർ എന്തായാലും ഉണ്ടാവും, ആണോ പെണ്ണോ ആയിരിക്കും. അതുകൊണ്ട് ബക്കറയെ റെഫർ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഹിയ എന്ന് വന്നിട്ടുള്ളത്. ഹുവ എന്നാണെങ്കിൽ അവനായിരുന്നു അല്ലെ. അപ്പം കാല അദ്ദേഹം പറഞ്ഞു, ഇന്നഹു നിശ്ചയമായും അവൻ, യഖൂലു അവൻ പറയുന്നു. ഓക്കെ, നിശ്ചയമായും അവൻ അള്ളാഹു പറയുന്നു. ഇന്ന പ്ലസ് ഹുവ അല്ലെ, അള്ളാഹു ആയതുകൊണ്ട് ഇന്നഹു, അതും നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്നഹ നിശ്ചയമായും അത്,
ഇവിടെ തൊട്ട് മുമ്പ് ഇന്നഹു അള്ളാഹു ആയിരുന്നു, നിശ്ചയമായും അള്ളാഹു പറയുന്നു. ഇന്നഹ ഇവിടെ എന്താണ്? ബക്കറയാണ്, പശുവാണ് അല്ലെ. നിശ്ചയമായും അത്. അപ്പം ഇന്ന പ്ലസ് ഹിയ ആണ്. ഇന്ന പ്ലസ് ഹിയ നമുക്കറിയാം ഇന്ന ഹ ആണ്. ബക്കറത്തുൻ ഒരു പശു, അത് ഒരു പശുവാണ്. എങ്ങനെയുള്ള? ലാ ഫാരിദുൻ പ്രായം ചെന്നതല്ല. ഓക്കെ, ഇത് പുതിയ വാക്കാണ്. ഫാരിദ് ഫ വലാ ബിഖ്റുൻ പ്രായം കുറഞ്ഞതുമല്ല, ഇതും പുതിയ വാക്കാണ്. അവാനുൻ മധ്യപ്രായത്തിലുള്ളത്. ബൈന ദാലിക് അതിന്റെ രണ്ടിനും ഇടയിലുള്ള മധ്യത്തിലുള്ളത്. ഫഫ് അലു അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങൾ ചെയ്യൂ. ഫ അതുകൊണ്ട് ഇഫ് അലു, ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്തു. ഇഫ് അൽ നീ ചെയ്യ, ഇഫ് അലു നിങ്ങൾ ചെയ്യ. ഓക്കെ, മാ യാതൊന്ന് തുമറൂൻ കൽപ്പിക്കപ്പെട്ടത്, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് യാതൊന്ന് എന്താണോ അത് നിങ്ങൾ ചെയ്യ. തഫ്സീർ നോക്കാം. അപ്പം ബനി ഇസ്രായേലിന്റെ അടുത്ത് അവരുടെ അടുത്ത് എന്താണ് പശുവിനെ അറക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം സംഭവം അവർക്ക് താല്പര്യമില്ലാത്തൊരു കേസാണ് അല്ലെ, അവർക്ക് ചെയ്യാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ചോദിച്ചത് നീ എന്താ നമ്മളെ പരിഹസിക്കുകയാണോ അല്ലെ. തുടർന്ന് അവർ പറയാണ്, പാലു അവർ പറഞ്ഞു, ഉദോലന റബ്ബക് നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യേ. ഇത് ഇവര് മുമ്പും പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഉദോലന റബ്ബക് എന്ന്. അവർക്ക് മന്നയും സൽവയും താല്പര്യമില്ല, വേറെ എന്തൊക്കെയോ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. നീ നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേ. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. ഒന്ന്, ബനി ഇസ്രായേലിന് സ്വന്തമായിട്ട് ദുആ ചെയ്യാൻ താല്പര്യമില്ല. അവരുടെ പ്രവാചകന്റെ അടുത്ത് കൽപ്പിക്കുകയാണ് അല്ലെ, നീ പോയി ദുആ പോലെയാണ് അവർ പറയുന്നത്. രണ്ടാമത്, ഉദുലന റബ്ബക് നിന്റെ റബ്ബിന്റെ അടുത്ത്. സുബ്ഹാനല്ലാഹ്, ഇത് അവരുടെയും റബ്ബാണ് അല്ലെ, പക്ഷെ അവര് പറയുന്നത് നിന്റെ റബ്ബ്. കാരണം അവർക്ക് അത്ര പോലും അവരുടെ റബ്ബുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, യാതൊരു സ്നേഹവും ഇല്ല, ബഹുമാനവും ഇല്ല, അങ്ങനെ ഒരു കൺസിഡറേഷനേ അവർക്കില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരിത്തിരിയെങ്കിലും ഈമാൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒരിത്തിരിയെങ്കിലും സ്നേഹം, ഒരിത്തിരിയെങ്കിലും ഇഷ്ടം, ബഹുമാനം, ഭയം അള്ളാഹുവിന്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായെങ്കിൽ അവര് യുവർ റബ്ബ് അല്ലെ, റബ്ബക്ക് എന്ന് പറയില്ലായിരുന്നോ. അവര് ഞങ്ങളുടെ റബ്ബ് എന്നെങ്കിലും പറഞ്ഞേനെ. അത് മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നെങ്കിലും എന്താണ്, ഞങ്ങളുടെ റബ്ബ് എന്നെങ്കിലും പറഞ്ഞേനെ. പക്ഷെ അവര് പറയുന്നത് ഉദുലന റബ്ബക് നീ നിന്റെ റബ്ബിന്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യേ. എന്താ പറയണ്ടേ? യുബയ്യൻ എന്താണ്, അവൻ ക്ലിയർ ആക്കി തരട്ടെ. യുബയ്യൻ ബയാനൂൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ലിയർ ആക്കുക, എന്തെങ്കിലും ഒരു കാര്യം വ്യക്തമാക്കി തരാം. എന്താണ് ഹി ഷുഡ്. അപ്പം ലെന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്. ഓക്കെ, മാഹിയ അത് എന്താണെന്ന്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഈ പശുവിന്റെ കാര്യത്തില് ഹിയ നമ്മൾ പറഞ്ഞു സ്ത്രീലിംഗം ഏകവചനം ആണ് ബക്കറ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഹിയ വന്നത് അല്ലെ. ഹുവ അവൻ, ഹിയ അവൾ. അപ്പം ഈ പശുവിന്റെ കാര്യം എന്താണെന്ന് അവനൊന്ന് വ്യക്തമാക്കി തരട്ടെ. അപ്പം എന്ത് ടൈപ്പ് പശുവാണെന്ന് ഒന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് നീ നിന്റെ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യേ. അപ്പം സത്യം പറയുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഒരു പശുവിനെ അറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ആണ് അല്ലെ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു മൃഗത്തിനെ അറക്കണം എന്ന് പറഞ്ഞതാണെങ്കിൽ ചോദിക്കായിരുന്നു, ഇത് പശുവാണോ ആടാണോ ഒട്ടകാണോ എന്നൊക്കെ ചോദിക്കായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ പശുവിനെ അറക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് അണ്ടർസ്റ്റുഡ് ആണ്. പിന്നെ പശുവിന്റെ ജോലി എന്താ, ജാതി എന്താ, കോംപ്ലക്ഷൻ എന്താന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഒരു പശുവിനെ കണ്ടുപിടിച്ച് അവരെ അറുത്താൽ മതി. പക്ഷെ അവര് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ഒന്ന് കഴിഞ്ഞ് ഒന്ന്. കാരണം എന്താ, അവർക്ക് താല്പര്യമില്ല ഇത് ചെയ്യാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. പൊതുവെ അല്ലെ, ആർക്കെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ അവര് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ കുട്ടികളുടെ അടുത്ത് ചില സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അവരുടേതായ പണിയിലായിരിക്കും അല്ലെ. താല്പര്യം ഇല്ലെങ്കിൽ അവര് വെള്ളം വേണം അല്ലെ, ചൂടുള്ള തണുത്തതോ, ഫുള്ള് ഗ്ലാസ് വേണോ, ചെറിയ ഹാഫ് ഗ്ലാസ് മതിയോ, കപ്പിൽ വേണോ ഗ്ലാസ്സിൽ വേണോ അല്ലെ. ഇതുപോലത്തെ പല ചോദ്യങ്ങളും സുബ്ഹാനല്ലാഹ് ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. വെച്ചാൽ അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അവരുടെ ടൈം. അവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പം പോവാൻ താല്പര്യമില്ല, അപ്പൊ തൽക്കാലം ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് അത് നമ്മളെ ബക്കറ്റിൽ അവിടെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെ ഇവര് ചോദിക്കുകയാണ്, ഉദഉ ലനാ റബ്ബക് യുബയ്യിൻ ലനാ മാഹി. അവൻ നീ നിന്റെ റബ്ബിന്റെ അടുത്ത് ചോദിക്ക്, അവൻ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരട്ടെ, ക്ലിയർ ആക്കി തരട്ടെ അതെന്താണെന്ന്. ഞങ്ങൾക്ക് ഇത് സംഭവം മനസ്സിലായിട്ടില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. ഇതുപോലെ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയായിട്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലെ. ഇത് അങ്ങനെ ചെയ്യണില്ല, അതിപ്പോ എങ്ങനെയാ ചെയ്യേണ്ടത്, അത് എന്തുകൊണ്ടാണ് റബ്ബ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, എനിക്ക് എന്തോ ഈ കാര്യം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെ. അതെന്തുകൊണ്ട് അങ്ങനെ പറയാതിരുന്നത്, അതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് കുനിഷ്ഠകൾ പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഇത് അനുസരിക്കാൻ
താല്പര്യമില്ലാത്തത് കൊണ്ട് അല്ലെ. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ, ഒരു എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു പോയിന്റ് തപ്പി നടക്കുന്നവരായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറയുന്നു ഫത്വ ഷോപ്പിംഗ് പോലെ. അവർക്ക് ചെയ്യണം, എന്നാൽ അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും വേണം. അപ്പൊ അതിന് പറ്റിയ ഒരു പോയിന്റ് ആരെങ്കിലും പറഞ്ഞാല് അവിടെ കൊളുത്താന്ന് വിചാരിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് നടക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവർക്ക് താല്പര്യമില്ല. ഓക്കെ. അതായത് ചില ചോദ്യങ്ങള് നമ്മൾ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചില കൽപ്പനകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളത് റെഡി ആയിട്ട് അനുസരിക്കും. ഓക്കെ, നമ്മൾ അനുസരിക്കുകയും എന്നിട്ട് അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിലുള്ള ഹിക്മത്ത് മനസ്സിലാക്കാൻ വേണ്ടി, അതിനെ കൂടുതൽ ക്ലിയർ ആക്കാനും ഈസി ആക്കാനും വേണ്ടി അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുന്നത് ഡിഫറെന്റ് ആണ് കേട്ടോ. ഇവിടെ പോയിന്റർ നമ്മുടെ ഹൃദയത്തിലേക്കായിരിക്കണം. അത് നമുക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണ്, അത് നമ്മൾ അപ്പൊ തന്നെ ഒബേ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് കൂടുതൽ എളുപ്പം കിട്ടാൻ വേണ്ടി റബ്ബിന്റെ അടുത്ത് അതിന്റെ ഹിക്മത്ത് ചോദിക്കുന്നത് ഡിഫറെന്റ്. നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്താണ്? അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം അതായത് നമ്മൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അതിനെ കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി, അതിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ വേണ്ടി, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റബ്ബിന്റെ അടുത്ത് ചോദിക്കാം, അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവിടെ നമ്മളുടെ ഹൃദയത്തിനുള്ളിലുള്ളത് അത് ചെയ്യണം എന്നുള്ളതാണ്, അതിനോട് ഇഷ്ടം വരണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ബനി ഇസ്രായേലിന്റെ കേസിൽ അല്ലെങ്കിൽ അതുപോലെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുടെ അവരുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാമെന്ന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ അതിനെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ തമാശയാക്കുക, അല്ലെങ്കിൽ അത് ലോജിക്കൽ അല്ല എന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ ഞാനാണ് അള്ളാഹുവിന്റെ ഇൻസ്ട്രക്ഷൻസിനേക്കാളും എനിക്കാണ് കൂടുതൽ ബുദ്ധിയുള്ളത് എന്ന് തെളിയിക്കുക. അങ്ങനെ പല 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 നിയത്തുകളോടും കൂടി ചോദ്യം ചെയ്യുന്നതാണ് മറ്റേ വിഭാഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ പെടുന്നതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നഊദുബില്ലാ. അപ്പൊ മൂസ അലൈഹിസ്ലാം അവരുടെ അടുത്ത് പറയാണ്, ഇന്നഹു, നിശ്ചയമായും അവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല, യഖൂലു, അവൻ പറയുന്നു, എന്താണ്? ഇന്നഹ ബഖറത്തുൻ, നിശ്ചയമായും അത് ഒരു പശുവാണ്. എങ്ങനെയുള്ള പശു? ലാ ഫാരിദുൻ, അത് വളരെ ഓൾഡ് അല്ല, അതായത് പ്രായം ചെന്നതല്ല. വല ബിഖ്റുൻ, വളരെ യങ്ങും അല്ല. പിന്നെ എന്തായിരിക്കണം? വളരെ ചെറുപ്പവും അല്ല. അതിന്റെ ഏജ് എന്തായിരിക്കണം? അവാനുൻ, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളത്, ബൈന ദാലിക്. ഓക്കെ, വളരെ അധികം ഓൾഡും അല്ല, വളരെ ചെറുപ്പവും പ്രായം കുറഞ്ഞതും അല്ല, ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള പ്രായം ആയിരിക്കണം. അപ്പം സത്യം പറയുകയാണെങ്കിൽ അവർ കൂടുതൽ ക്ലിയർ ആക്കാൻ ചോദിച്ചിട്ട് അവർ കൂടുതൽ അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ട് വാങ്ങി വെക്കുകയാണ് ചെയ്തത്. ഇവിടെ ഫാരിദ് എന്ന വാക്കിന്റെ അർത്ഥം, അല്ല, റൂട്ട് ഫ റോ ദോദ്. ഓക്കെ, ഫറദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം, സോളിഡ് ആയിട്ടുള്ള ഒരു കാര്യം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എന്തിൽ നിന്നെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കളയുന്നതിനാണ് ഫറദോ എന്ന് പറയുന്നത്. ഫാരിദ് എന്ന് പറയുന്നത് അതായത് വളരെ ഓൾഡ് ആയിട്ടുള്ള, പ്രായം ചെന്ന ഒരു പശു, അതിന്റെ ഇറച്ചി അതിന്റെ എല്ലിൽ നിന്ന് ലൂസായിട്ട്, അതായത് കട്ട് ഓഫ് ആയ പോലെ, അല്ലെ, തൂങ്ങി നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടാവും, സാഗ് ചെയ്യുന്ന, തൂങ്ങി നിൽക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഇറച്ചി കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഫാരിദായിട്ടുള്ള ഒരു പശുവിന്. അപ്പം നമുക്കറിയാം പ്രായം ചെന്നതെന്നുള്ളതിന് വേറെ വാക്കുകളുണ്ട്, ഷെയ്ബ്, കബീർ എന്നൊക്കെ വാക്കുകളുണ്ട്. പക്ഷെ ഇവിടെ ഫാരിദ് എന്ന് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇതില, കട്ട് ഓഫ് എന്നുള്ള അർത്ഥമാണ് ഫാരിദിന്, എന്തെങ്കിലും ഒന്ന് വേറൊന്നിൽ നിന്ന് കട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന്. അപ്പം ഈ ഒരു പശുവിന്റെ കാര്യത്തിൽ അതിന്റെ ഇറച്ചി, പ്രായം ചെന്ന പശു ആകുമ്പോൾ അതിന്റെ ഇറച്ചി എല്ലിൽ നിന്ന് ഏകദേശം വേറിട്ട് തൂങ്ങി നിൽക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കട്ട് ഓഫ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള തരത്തിലുള്ള ഒരു പശു ആയിരിക്കും. അപ്പം ഈ ഒരു പശു ഒരുപാട് പ്രസവങ്ങൾ കഴിഞ്ഞ, അതായത് ഒരുപാട് പശുക്കളെ ജനിപ്പിച്ചിട്ടുള്ള പശുവും ആയിരിക്കും. അപ്പം ഓൾഡ് ഏജ് എന്നുള്ള അർത്ഥത്തിലാണ് ഫാരിദ് എന്ന് പറയുന്നത്. നമ്മൾ ഫർദ്, അല്ലെ, ഫർദ് എന്ന് പറയുന്നത് നമ്മളുടെ മേലുള്ള എന്തെങ്കിലും നിർബന്ധങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മേലിൽ വാജിബാക്കിയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഫർദ് എന്ന് പറയുന്നത് മറ്റ് കാറ്റഗറിയിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ആണ്, അല്ലെ. അതായത് സുന്നത്തോ മുബാഹ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ശരിക്കും കട്ട് ചെയ്തിട്ട് ക്ലിയർ ആക്കിയിട്ട് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് മാറ്റി നിർത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഫർദ്. ക്ലിയർ ആയിട്ട് കട്ട് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫർദ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതാണ് ഫാരിദുൻ. വല ബിഖ്റുൻ, ബിഖ്റുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ്, ബാക്കാഫ്രോ, കന്യക എന്ന് പറയും. അതായത് അത് വേറൊരു പശുവിന് ജന്മം കൊടുത്തിട്ടൊന്നുമില്ല, അത്രയും യങ് ആയിട്ട് നിൽക്കുന്ന ആ പശുക്കളെയാണ് ബിഖ്റുൻ. ഓക്കെ, ബിഖ്റുൻ എന്ന് പറഞ്ഞാൽ യങ് ആയിട്ടുള്ള. അപ്പൊ ഫാരിദ് എന്ന് പറയുന്നത് വളരെ അധികം ഓൾഡ് ആയിട്ടുള്ളത്, ബിഖ്റുൻ എന്ന് പറഞ്ഞാൽ വളരെ യങ് ആയിട്ടുള്ളത്. പിന്നെ എന്ത് വേണം? അവാനും ബൈന ദാലിക്, അവാനുൻ ഐൻ വാവ് നൂൻ, എന്തിന്റെങ്കിലും ഒരു എന്താ പറയാ മധ്യത്തിലുള്ളത്, അല്ലെങ്കിൽ മധ്യപ്രായം എന്നൊക്കെ പറയാം. അപ്പം ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളത്.
മൂസ അലൈഹി ഇസ്ലാം പറയാണ് തുടർന്ന് ഫഫ്അലു മാ തുഅ്മറൂൻ, നിങ്ങളുടെ അടുത്ത് എന്താണോ പറഞ്ഞത് അത് അധികം ചോദ്യമൊന്നും ചോദിക്കാതെ നിങ്ങൾ അങ്ങ് പ്രവർത്തിച്ചോ. ഫഫ്അലു ഇഫ്അൽ നമ്മൾ പറഞ്ഞു ഫഅൈൻ ലാം, തുഅ്മറൂൻ ഹംസ മീം റ, അമർ കൽപ്പനയിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അമ്ര എന്ന് പറഞ്ഞാൽ കൽപ്പന. അപ്പൊ ഒരുപാട് ചോദ്യങ്ങളൊന്നും വേണ്ട, നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ അങ്ങ് ചെയ്തു. അപ്പം ഇവിടുത്തെ ലെസൺസ് എന്ന് പറയാൻ, ഇവിടെ ബനി ഇസ്രായേലിന്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവർക്ക് ചില കണ്ടീഷൻസും കൊടുത്തിട്ടുണ്ട്. അതായത് മൂസ അലൈഹി ഇസ്ലാം വഴി അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കൽപ്പന കൊടുക്കുകയാണ്, എന്ത്, നിങ്ങളൊരു പശുവിനെ അറക്കുക. പക്ഷെ അവരെന്താ പറയുന്നത്, ഖാലു ദുആ ലനാ റബ്ബക, അല്ലെ, തുടക്കം തന്നെ അതാണ്, നീ നിന്റെ റബ്ബിന്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഏറ്റവും ആദ്യം അവര് അവരുടെ റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യാൻ റെഡിയല്ല. അപ്പം ഈ ദുആ ചെയ്യാൻ റെഡിയല്ലായ്മ ശരിക്കും ആരുടെ ക്വാളിറ്റിയാണ്? ബനി ഇസ്രായേലിന്റെ, അല്ലെ. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് മറ്റുള്ളവരെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ളവരാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളുടെ റബ്ബ്, അല്ലെ, നമ്മളെ റബ്ബ് നിങ്ങൾ ചോദിച്ചോ ഞാൻ തരാം, ഞാൻ മറുപടി തരാം എന്ന് പറഞ്ഞ നമ്മളുടെ മുമ്പിൽ ഉള്ളപ്പോ സ്ഥിരമായിട്ട് ഇത് മറ്റുള്ളവരെ ഏൽപ്പിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് മെല്ലെ പുറകോട്ട് വരാ. അറ്റ് ദ സെയിം ടൈം ചോദിക്കുകയാണെങ്കിലും നമ്മൾ അത് ദ്വാ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക, നമ്മൾ നമ്മളെ കാര്യങ്ങൾ ദ്വാ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പം അത് ഒരു പോയിന്റ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത്, നമ്മളടുത്ത് എന്താണോ പറഞ്ഞത് ഫഅലു മാ തുഅ്മറൂൻ, അല്ലേ, അതങ്ങ് അനുസരിച്ചേക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിക്കാണ്ട് നമ്മളടുത്ത് അള്ളാഹു എന്താണോ പറഞ്ഞത് അത് അനുസരിക്കുക. അതിന് ഡ്രാഗ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിപ്പോ ശരിയാവില്ല, അല്ലെങ്കിൽ അതിന് എക്സ്ക്യൂസ് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ഡിലേ ആക്കി അതിൽ നിൽക്കണ്ട. നമ്മളടുത്ത് പറഞ്ഞത് അത് അപ്പം തന്നെ, അതായത് നമ്മുടെ മനസ്സുകൊണ്ട് അതിനെ അപ്പം തന്നെ സ്വീകരിക്കാം, അപ്പം തന്നെ തിരുത്താൻ വേണ്ടി തീരുമാനിക്കുക. ചെയ്തു പോകുന്ന തെറ്റുകളാണെങ്കിൽ അപ്പം തന്നെ തിരുത്താൻ തീരുമാനിക്കുക. അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാക്ടിക്കലി കൊണ്ടുവരേണ്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സ്റ്റഫ് ചെയ്യാനല്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ ഉണ്ടാവില്ലേ, നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കേണ്ട കാര്യങ്ങൾ, അതിന് യാതൊരു ഡിലേയും വരുത്തേണ്ട കാര്യമില്ല. പിന്നെ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റഫ് ചെയ്യാതെ, അല്ലെ, അള്ളാഹുവിന് ഏറ്റവും കുറച്ച് വൃത്തിയുള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരും അവനവന്റെ സിസ്റ്റത്തിൽ അവനവന്റെ കപ്പാസിറ്റിക്ക് പറ്റുന്ന രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തിട്ട് അത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അത് ഒരു സ്റ്റേബിൾ ആകുമ്പോൾ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാം. പക്ഷെ അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ നോ ആണ്, അതിന് പിന്നെ പിന്നത്തേക്ക് വെക്കലില്ല. അല്ലെങ്കിൽ ഡു, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ ചെയ്യലാണ്, അതിനും പിന്നത്തേക്ക് വെക്കലില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന്, അല്ലെ, ഒരുപാട്. ഇപ്പം അൽഹംദുലില്ലാഹ് നമ്മൾ ഏകദേശം 69 ആയത്തിൽ എത്തി നിൽക്കുകയാണ്, 68 69 എത്തി നിൽക്കുകയാണ്, അല്ലെ. അപ്പം ഇത്രയും ഇതിനിടക്ക് നമുക്ക് ഒരുപാട് ഇൻസ്ട്രക്ഷൻ കിട്ടി. നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ. യുഖീമുന സ്വല കിട്ടിയിട്ടുണ്ട്, സബ്റിന്റെ കാര്യം കിട്ടിയിട്ടുണ്ട്, ബന്ധങ്ങൾ മുറിക്കരുത് എന്ന് കേട്ടിട്ടുണ്ട്, ദുആ ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ പക്ഷെ അത് ലിമിറ്റിലായിരിക്കണം, അല്ലെ. അങ്ങനെ കുറെ കാര്യങ്ങൾ, അത് നമുക്ക് സംശയമൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഖുർആൻ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കാന്നൊന്നും വിചാരിച്ച് മാറ്റി വെക്കണ്ട. ഇപ്പൊ തന്നെ, ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ഇത് നമ്മളോട് പറഞ്ഞ കാര്യമാണ്, നമ്മളോട് ഫേസ് ടു ഫേസ് പറഞ്ഞ കാര്യമാണ്. ഇത് അനുസരിക്കേ രക്ഷയുള്ളൂ, അനുസരിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് ഫഅലു മാ തുഅ്മറൂൻ. പിന്നെ അതിന് വേറൊരു ദിവസം കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ഒരിക്കലും വരലും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ, അല്ലെ, നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിലേക്ക്, അതായത് ഒരു റിസൾട്ടിലേക്ക് ചിലപ്പം എത്താത്ത പോലെ തോന്നിയേക്കാം. ചിലത് നമ്മൾ എത്ര പുഷ് ചെയ്താലും അതിലേക്ക് എത്താത്ത പോലെ തോന്നിയേക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. റിസൾട്ട് തരുന്നവൻ റബ്ബാണ്. എപ്പോഴും മനസ്സിൽ വെക്കുക, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലെ, നിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിന്റെ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അവന്റെ ഇബാദത്ത് എന്ന് പറയുന്നത് അവൻ പറഞ്ഞത് എല്ലാം അനുസരിക്കുക, അവൻ ചെയ്യരുതെന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെ. അപ്പം റബ്ബിന്റെ സഹായം വേണം. നമ്മൾ ശ്രമിക്കുക, റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്തുകൊണ്ടിരിക്കുക, ഈ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ആളുകളെ ജഡ്ജ് ചെയ്യുമ്പോൾ അവർ ശ്രമിച്ചു തുടങ്ങിയോന്നോ, അവർ ദുആ ചെയ്ത് തുടങ്ങിയോന്നോ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പം കൊടുക്കുന്നോന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മളെ അടുത്ത് തന്നെ ചോദിക്കുക. ഏകദേശം ഈ ഒരു 70 ആയത്തും ഫാത്തിഹയും പഠിക്കുന്നതിന്
ഖുർആന്റെ ഉള്ളിൽ എത്ര കൽപ്പനകൾ നമുക്ക് കിട്ടി അല്ലെ. എല്ലാം നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പലതിലേക്കും നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരുടെ കാര്യം എന്തായിരിക്കും അല്ലെ. ഒരു പക്ഷെ ഇത്രയും പോലും കേൾക്കാൻ മനസ്സിലാക്കാൻ ഭാഗ്യമില്ലാത്തവരായിരിക്കും അവർ. അപ്പൊ അവരെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ തള്ളി പറഞ്ഞേക്കാണ് ദീനിൽ നിന്ന്. ഒരു തരത്തിലും ഒരു ആക്സെപ്റ്റൻസ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തി ഓക്കെ ഇതൊക്കെ ആവും നമ്മൾ പറയുന്നതിന് പകരം ജഡ്ജ് ചെയ്തിട്ട് അവരെ തള്ളി മാറ്റുകയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്ന് സ്വയം മനസ്സിലാക്കാം. നമ്മളെ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് നോക്കാം. 69. قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. അവർ പറഞ്ഞു അതിന്റെ നിറം എന്തായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം. മൂസ പറഞ്ഞു, കാണികൾക്ക് കൗതുകം തോന്നിക്കുന്ന തെളിഞ്ഞ മഞ്ഞ നിറമുള്ള ഒരു പശുവായിരിക്കണം അതെന്നാണ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ തന്നെ മീനിങ് കണ്ടതാണ്. ഖാലു അവർ പറഞ്ഞു, ഉദ്ഉ ലനാ നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക, റബ്ബക നിന്റെ റബ്ബിനോട്, യുബയ്യിൻ അവൻ വ്യക്തമാക്കി തരട്ടെ, ലന ഞങ്ങൾക്ക്, മാ എന്ത്, ലൗനു ഹ എന്ന് പറഞ്ഞാൽ അതിന്റെ നിറം. ലൗൻ ലാം ലൗനൂൻ ഹ പശുവിന്റെ ആയതുകൊണ്ടാണ് പശു സ്ത്രീലിംഗ ഏകവചനം ഹ വന്നത്. ഓക്കെ, ലൗനു ഹ അതിന്റെ നിറം. ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നഹു നിശ്ചയമായും അവൻ അല്ലാഹു, യഖൂലു അവൻ പറയുന്നു, ഇന്നഹ നിശ്ചയമായും അത് പശു, ബഖറത്തുൻ പശു, സഫ്ര സ്വാദ് ഫ റ സഫ്ര എന്ന് പറഞ്ഞാൽ മഞ്ഞ, അസ്ഫർ. ഓക്കെ, കുറച്ച് കളറുകൾ നമുക്ക് അറിയാവുന്നതൊക്കെ ഉണ്ടാവും അല്ലെ. അസ്വദ് ഹജറുൽ അസ്വദ് കറുപ്പ്, അബിയദ് നമ്മള് അയ്യാമുൽ ബീദ് പറയാറുണ്ട് അല്ലെ, വെളുത്ത ദിവസങ്ങൾ. അബിയദ് എന്ന് പറഞ്ഞാൽ വൈറ്റ്, അഹ്മർ റെഡ്, അതുപോലെ അസ്ഫർ യെല്ലോ മഞ്ഞ. ഓക്കെ, അപ്പൊ സഫ്ര മഞ്ഞ, ഫാഖിഉൻ വളരെ ശുദ്ധമായ പ്രകാശപൂരിതമായിട്ടുള്ള കളർ, ലൗനുഹ അതിന്റെ നിറം, തസുറു അത് സന്തോഷിപ്പിക്കും, അത് സമാധാനം കൊടുക്കും, കണ്ടന്റ്മെന്റ് തൃപ്തി കൊടുക്കും. തസുറു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇന്നർ പീസ് ഹാപ്പിനെസ് കൊടുക്കുന്ന, ഉള്ളിലെ ഒരു സന്തോഷവും തൃപ്തിയും ഒക്കെ കൊടുക്കുന്ന കാര്യത്തിനാണ് തസുറു എന്ന് പറയുന്നത്. സീൻ റോ സുറൂർ എന്ന് പറഞ്ഞാല് തൃപ്തി, സമാധാനം, സന്തോഷം എന്നൊക്കെ ഉണ്ട്. നമ്മള് ശരീർ, കട്ടിലിന് ശരീർ എന്ന് പറയാറുണ്ട് അല്ലെ. ശരീർ എന്ന് പറയുമ്പോൾ നമുക്ക് കട്ടിലിൽ അല്ലെ കിടക്കുമ്പോൾ എന്താണ് വളരെയധികം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അതിന് ശരീർ, സമാധാനമായിട്ട്. എല്ലാവരും ഒന്നും സമാധാനമായിട്ട് ഉറങ്ങുന്നവരാവില്ല, സുബ്ഹാനല്ലാഹ്. അപ്പം സമാധാനം എന്നതിന്റെ അതിൽ നിന്ന് വരുന്ന വാക്കാണ്, അല്ലെങ്കിൽ തൃപ്തി, ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള സന്തോഷം, അതിൽ നിന്നൊക്കെ വരുന്ന വാക്കാണ് സുറൂർ, ശരീർ. മസ്റൂർ എന്ന് പറഞ്ഞാൽ തൃപ്തനായിരിക്കാം. നമ്മൾ ഇതേപോലെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ജഹർ എന്നുള്ള വാക്ക് കണ്ടപ്പോൾ സിറി ആൻഡ് ജഹരി കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞ സിറി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഹിഡൻ ആയിട്ടുള്ള, കാണാത്ത, പുറത്തേക്ക് മനസ്സിലാവാത്ത. സിറി ആയിട്ടുള്ള ഖിറാത്ത് എന്ന് പറഞ്ഞാൽ സൈലന്റ് ആയിട്ട്, നമ്മൾ ദുഹറിനും അസറിനും ഒക്കെ ഉള്ള ഖിറാത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പം ഹിഡൻ എന്നുള്ള ഒരു അർത്ഥം കൂടെ, അതായത് ഒളിഞ്ഞിരിക്കുന്ന, മറിഞ്ഞിരിക്കുന്ന ഒരു അർത്ഥം കൂടെ സിറിക്ക് ഉണ്ട്. അപ്പം സുറൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ തരത്തിലുള്ള ഒരു തൃപ്തി, അതായത് ഒരാളുടെ ഹൃദയത്തില് ഒളിച്ചു വെച്ചിരിക്കുന്ന ഹിഡൻ ആയിട്ടുള്ള ആ തരത്തിലുള്ള ഒരു തൃപ്തിക്കാണ് സുറൂർ എന്ന് പറയുന്നത്. നമ്മൾ പൊട്ടിച്ചിരിക്കുക അല്ലെ, ലാഫ്റ്റർ അല്ലെങ്കിൽ ഒച്ചത്തിൽ ചിരിക്കുമ്പോ എന്ന് പറയുമ്പോൾ ആ തൃപ്തി അല്ലെങ്കിൽ സന്തോഷം പുറത്തുള്ളവർക്ക് അറിയാൻ പറ്റും. പക്ഷെ സുറൂർ എന്ന് പറഞ്ഞത് നമ്മളുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന, മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷം, സമാധാനം, കണ്ടന്റ്മെന്റ് ഒക്കെയാണ് സുറൂർ എന്ന് പറയുന്നത്. അപ്പം അതേ റൂട്ടിൽ നിന്ന് വരുന്ന സീൻ റോറ, അതായത് ആളുകളെ സന്തോഷിപ്പിക്കുന്ന. നാദിരീൻ അത് നോക്കുന്നവർക്ക്, ആ പശുവിനെ കാണുന്നവർക്ക് സന്തോഷം കിട്ടണം അല്ലെ. നാദിർ, നൂൻ ദോദ് റോ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. നദറ എന്ന് പറഞ്ഞാൽ കണ്ടു അല്ലെങ്കിൽ നോക്കി. നാദിർ എന്ന് പറഞ്ഞാൽ ഫായിൽ ഫോർമാറ്റ് ആണ്. നാദിറീൻ അല്ലെങ്കിൽ നാദിറൂൻ എന്ന് പറയുന്നത് അതിന്റെ പ്ലൂറൽ ആണ്. തഫ്സീർ നോക്കാം. അപ്പം ഇങ്ങനെ പശുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിന് ഒരുപാട് പ്രായം പാടില്ല അല്ലെ, ഒരുപാട് ചെറുപ്പമായി പോകരുത്, അതിന് രണ്ടിനും ഇടയ്ക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞത് നിങ്ങളങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പം അവര് അടുത്തത് എന്താ ചെയ്യുന്നത്, പ്രായവും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവരുടെ അടുത്ത കൺഫ്യൂഷൻ വരികയാണ്. എന്താണ്, മാ ലൗനുഹ എന്തായിരിക്കണം അതിന്റെ നിറം.
ലൗൻ എന്ന് പറഞ്ഞാല് ലാം വാവ് നൂൻ, നിറം അല്ലെങ്കിൽ കോംപ്ലക്ഷൻ അല്ലെങ്കിൽ ഷെയ്ഡ്. അതായത് എന്തെങ്കിലും ഒരു വസ്തുവിന്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറിനാണ് ലൗൻ എന്ന് പറയുന്നത്. അല്ലാതെ അതിന്റെ മുകളിൽ അടിച്ചിട്ടുള്ള ഒരു ചായമോ പെയിന്റോ അല്ലെ അതുപോലെയുള്ള കളറല്ല, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ നാച്ചുറൽ കളറിനാണ് ലൗൻ എന്ന് പറയുന്നത്. അപ്പം ഈ പശുവിന്റെ നിറം നാച്ചുറൽ ആയിട്ട് പശുവിന്റെ നിറം എന്തായിരിക്കണം? ഖാല, അദ്ദേഹം അല്ലെ മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നഹു യഖൂലു, നിശ്ചയമായും അള്ളാഹു അവൻ പറയുന്നു, ഇന്നഹ ബഖറത്തുൻ, നിശ്ചയമായും അതൊരു പശുവാണ്. എങ്ങനെയുള്ള? സഫ്ര, അതിന്റെ കളറ് മഞ്ഞയായിരിക്കണം. സ്വാദ് ഫ റ, അസ്ഫർ അല്ലെ, നമ്മൾ നേരത്തെ പറയുന്നു. അപ്പൊ പശുവിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞ എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയാ, ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു ഗോൾഡനിഷ് കളർ ആയിരിക്കും. പൊതുവെ ഈ സഫ്ര എന്ന് പറയുന്ന വാക്ക് ഈ ഉണങ്ങിയ മഞ്ഞക്കൾക്ക്, ഇപ്പൊ നമ്മൾ നെല്ലൊക്കെ ഉണക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കളറിനെ സൂചിപ്പിക്കാൻ കൂടി വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു മഞ്ഞ. പിന്നെ എന്തായിരിക്കണം അത്? ഫാഖിഉൻ ലൗനുഹ, ഫാഖി എന്ന് പറയുന്നത് ഫാ ഖാഫ് ഐൻ, ഫുഖു എന്ന് പറഞ്ഞാൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ബേസ്റ്റ് ചെയ്യുക, പൊട്ടിത്തെറിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പം എന്തെങ്കിലും ബേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് പുറത്തേക്ക് വരും അല്ലെ, അതിനൊരു ഭയങ്കര ബ്രൈറ്റ്നെസ് ആയിരിക്കും. അപ്പം ഈ ഫാഖെ എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ മഞ്ഞയുടെ എന്താ പറയുക, ശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധി കാണിക്കുന്ന രീതിയിലുള്ള ഒരു അഡ്ജക്റ്റീവ് ആണ്, മഞ്ഞയുടെ ഒരു വിശേഷണമാണ് ഇവിടെ ഫാഖെ. നമ്മൾ ചിലപ്പോൾ ചില കളറുകൾ പറയുമ്പോൾ അല്ലെ, ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ജെറ്റ് ബ്ലാക്ക്, പിച്ച് ബ്ലാക്ക്, അല്ലെങ്കിൽ എന്താ മഷിക്കറുപ്പ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുപോലെ ഈ മഞ്ഞയ്ക്ക് കൊടുക്കുന്ന ഒരു വിശേഷണമാണ് ഇവിടെ ഫാഖ. ഓക്കെ, അപ്പം ആ രീതിയിലുള്ള ഒരു മഞ്ഞയായിരിക്കണം. പ്ലസ് എന്തായിരിക്കണം? തസുറുൻ നാദിരീൻ, അത് കാണുന്നവർക്ക് സന്തോഷം സമാധാനം കൊടുക്കണം. തസുറ, നമ്മൾ സീൻ റോറ കുറച്ച് വിശദീകരിച്ചു. നാദിരീൻ, അത് കാണുന്നവർക്ക്. അപ്പം അത് ഭയങ്കര ഫ്ലൂറസൻ യെല്ലോ ആയിട്ട് കണ്ണടിച്ചു പോണ പോലത്തെ മഞ്ഞ ആവരുത്, പക്ഷെ കാണുന്നവർക്ക് ഒരു കംഫർട്ട് ഉണ്ടാവണം അല്ലെ. പലതരത്തിലുള്ള മഞ്ഞകളുണ്ട്, ചിലത് നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിലേക്ക് കുത്തുന്ന മഞ്ഞ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അങ്ങനെയല്ല, പക്ഷെ കണ്ണിന് ഒരു സമാധാനം കൊടുക്കുന്ന, സന്തോഷവും തൃപ്തിയും ഒക്കെ കൊടുക്കുന്ന വളരെ നൈസ് ആയിട്ടുള്ള ഒരു മഞ്ഞയായിരിക്കണം അത്. അപ്പം അവരിവിടെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അത് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കുകയാണ് അല്ലെ കാര്യങ്ങൾ. അവരുടെ അടുത്ത് പശുവിനെ അറക്കാൻ പറഞ്ഞാൽ പോയി ഒരു പശുവിനെ കണ്ടുപിടിച്ച് അറുത്തിരുന്നെങ്കിൽ ഇത്ര പ്രയാസം അവർക്ക് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അവര് അതിന്റെ പ്രായം ചോദിച്ചു, കളറ് ചോദിച്ചു, അങ്ങനെ അവര് ദീനിനെ കൂടുതൽ കൂടുതൽ പ്രയാസമുള്ളതാക്കി മാറ്റി. അവർക്ക് 3 ഡിസ്ക്രിപ്ഷൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട് അല്ലെ. ആദ്യം അത് സഫ്ര ആയിരിക്കണം, പിന്നെ ഫാഖ ആയിരിക്കണം, പിന്നെ തസുറുൻ നാദിരീൻ ആയിരിക്കണം. അവര് അതുകൊണ്ടൊന്നും തൃപ്തരാവുന്നില്ല കേട്ടോ, അവര് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ലെസൺസ് നോക്കാം ആദ്യം ഇൻഷാ അള്ളാ. അപ്പം ശരിക്കും ബനി ഇസ്രായേലിന്റെ കാര്യം ഇപ്പൊ ഈ 2 ആയത്തുകളിലും അവര് റിയലൈസ് ചെയ്യാത്ത ഒരു കാര്യം, അവർ കുറേ ചോദ്യങ്ങൾ, ശരിക്കും അവരുടെ മനസ്സിലുള്ള കുനിഷ്ടാണ് അത്, അവർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ അവരത് ചോദിക്കുന്നതോറും അവരെന്താക്കാണ്, കൂടുതൽ കൂടുതൽ ഡിഫിക്കൽട്ട് ആക്കാണ് കാര്യങ്ങൾ അല്ലെ. അങ്ങനെ ഒരു പശുവിനെ കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടായി മാറി. ആദ്യം ഒരു പശുവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ പശുവിന്റെ പ്രായം വല്ലാണ്ട് മൂത്തതും വല്ലാതെ ഇളയതും അവരത് അതിന്റെ ഇടയ്ക്കുള്ളതാവണം, അപ്പൊ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായി. ഇനി അതിന്റെ പുറമെ അതിന്റെ കളർ ഇന്നതാവണം, ആ കളർ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തൃപ്തി വരണം, അതും കൂടെ പറഞ്ഞു. അപ്പൊ വീണ്ടും എന്താണ്, ഒരു ഫിൽറ്ററും കൂടെ ആയില്ലേ. പശുവിനെ കണ്ടുപിടിക്കാൻ ലേശം ബുദ്ധിമുട്ടാക്കി മാറ്റി അവരുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കാരണം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഹദീസ് ഉണ്ട് അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ദീനിനെ ബുദ്ധിമുട്ടാക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, അത് അവരെ മേലെ ശാപം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. ശരിക്കും നമ്മുടെ ദീൻ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ദീൻ തന്നെയാണ്. ഓക്കെ, അപ്പം റസൂലിന്റെ സദസ്സിൽ ഒരിക്കലും ഒരു സഹാബി, അത് ഹജ്ജ് എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്ത് ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഹജ്ജ് ചെയ്യുക. അപ്പോൾ ഒരാൾ ചോദിക്കേണ്ടായി, എല്ലാ കൊല്ലവും നിർബന്ധമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. വീണ്ടും ചോദിച്ചു, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. 3ാമത്തെ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അതേ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാകുക തന്നെ ചെയ്യും, നിർബന്ധമായാൽ നിങ്ങൾക്കതിന് സാധ്യമാകാതെയും വന്നേക്കാം. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ കൊല്ലവും ഹജ്ജ് നിർബന്ധമാകുന്നത് നമുക്കൊന്നും ചിന്തിച്ചിട്ടില്ലേ. ആയുസ്സിൽ ഒരു പ്രാവശ്യം പോലും പലർക്കും അതിന് പല കാരണങ്ങളാൽ എത്താൻ പറ്റുന്നില്ല. ചെലവ് കൊണ്ട്,
പിന്നെ അതിന്റെ ആ പ്രോസസ്സ് ആരോഗ്യപരമായിട്ട് എത്രത്തോളം വേണം, അതുപോലെ നമ്മളുടെ കുടുംബപരമായിട്ട് നമ്മൾ എന്തെല്ലാം റിസ്കുകൾ എടുക്കണം അല്ലെ. പല കാരണങ്ങളാലും ഹജ്ജ് എല്ലാ വർഷവും അവർ ചോദിക്കുന്നത് ഒരു പക്ഷെ അവിടെ നിന്നിട്ടായിരിക്കാം. പക്ഷെ ഹജ്ജ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും എല്ലാ വർഷവും നിർബന്ധമാണ് അദ്ദേഹം ചോദിച്ചതിന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി തീർന്നേനെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഫഫ്അലു മാ തുമറൂൻ, അല്ലേ, നിങ്ങളോട് കൽപ്പിച്ചത് നീ പ്രവർത്തിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിടുമ്പോൾ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാതെ വിട്ടേക്കണം. നിങ്ങളുടെ മുമ്പുള്ളവർ നാശമടഞ്ഞത് അവരുടെ ചോദ്യത്തിന്റെ ആധിക്യവും അവരുടെ നബിമാരോട് വിയോജിപ്പ് കാണിച്ചത് നിമിത്തവും തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ അതിൽ നിന്നും കഴിയുന്നത്ര നിങ്ങൾ ചെയ്തു കൊള്ളുക. ഞാൻ നിങ്ങളോട് വല്ലതും വിരോധിച്ചാൽ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പാടെ വിട്ടേക്കുകയും ചെയ്തു കൊള്ളുക. സുബ്ഹാനല്ലാഹ്. എല്ലാ സ്ഥലത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം കറക്റ്റ് ആയിട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളാണ് അതിനെ ഈ ഭംഗിയുള്ള എളുപ്പമുള്ള ദീനിനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്, ഇത്രയും വെറുപ്പിക്കുന്നതാക്കുന്നത് നമ്മൾ തന്നെയാണ്. അസ്തഗ്ഫിറുല്ലാഹ്. പലപ്പോഴും നമ്മൾ റെലവെന്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആൾക്കാരാണ് അല്ലെ, ആ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കുന്ന, നമുക്കല്ല മറ്റുള്ളവർക്കും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. ചില സമയത്ത് അത് വെറുതെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഡിലേ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് കീ പോയിന്റ്സ് തരാം. അതായത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ എങ്ങനെ എടുക്കണം. അതായത് ചിലപ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ എന്നാ പിന്നെ ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്നാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക. അങ്ങനെയല്ല, അത് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്ന് അല്ലെങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി കുറച്ച് പോയിന്റ്സ് തരാം. ഏറ്റവും ആദ്യം പോയിന്റ് നമ്പർ 1, നമ്മൾ മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല, എല്ലാം നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാനും പറ്റില്ല. ഓക്കെ, ഈ രണ്ട് കാര്യം, എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഒറ്റയടിക്ക് മനസ്സിലാക്കാനും പറ്റില്ല. എപ്പോഴെങ്കിലും നമുക്ക് ഇതെല്ലാം എനിക്ക് മനസ്സിലാവണം, അത് മനസ്സിലാവുന്നില്ലല്ലോ, ഇത് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുക. ഒന്ന്, അലിഫ് ലാം മീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ അതാ വെച്ചിട്ടുള്ളത് അല്ലെ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ടത്, പക്ഷെ ഇതൊന്നും എല്ലാം ഒന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, എനിക്ക് മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകൾ അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളുടെ റൂള് തന്നെ എന്താന്ന് വെച്ചാൽ, അള്ളാഹു അതിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് അവിടെ വെച്ച് അത് നിർത്തിക്കൊള്ളണം. അതിനപ്പുറത്തേക്ക് അതെന്താ അങ്ങനെയെന്ന് ചോദിക്കാൻ വകുപ്പില്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ദീനിലെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്ത ചില ഏരിയാസ് ആണത്. കാരണം അത് നമുക്ക് മനസ്സിലാവൂല. അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ പേരുകൾ, അള്ളാഹു പറഞ്ഞതിനപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂല. അപ്പൊ നമ്മളോട് തന്നെ പറയാ, എനിക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റൂല, അതേപോലെ എല്ലാം ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അതിന് ഈ ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം, ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഭാവിയിൽ നമ്മൾ ഒരു പക്ഷെ ആ ലെവലിലേക്ക് നമ്മുടെ അറിവ് കൊണ്ടും ഹിക്മത്ത് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള അടുപ്പം കൊണ്ടും നമ്മുടെ അമലുകൾ കൊണ്ടും ഒക്കെ അത് മനസ്സിലാക്കാനുള്ള ഒരു ലെവലിൽ എത്തിയേക്കാം. ശരിക്കും നമ്മളുടെ ദീൻ എന്ന് പറയുന്നത്, ഈ ഞാൻ മുമ്പ് ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഗെയിമുകളില്ലേ, ഓരോ ലെവല് എക്സ്പ്ലോർ ചെയ്ത് അല്ലെ, ഓരോ ലെവല് നമ്മൾ ജയിച്ച് അടുത്ത ലെവലിലേക്ക് പോയി, അതുപോലെയാണ് പലതും നമുക്ക് ഈ ലെവലിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ചിലപ്പോൾ ഇനി മനസ്സിലാക്കിയാൽ പോലും നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി അഥവാ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിലും എല്ലാം നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിനൊരു സമയം ഉണ്ടായിരിക്കാം. സുബ്ഹാനല്ലാഹ്. പോയിന്റ് നമ്പർ 2, എപ്പോഴും ആദ്യത്തെ ചോദ്യം ആദ്യം അള്ളാഹുവിനോടാവട്ടെ. നമുക്ക് എന്ത് സംശയങ്ങൾ വന്നു കഴിഞ്ഞാലും ആദ്യം അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചിടാം. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു മനുഷ്യന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് അറിവുണ്ടെന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിനുശേഷവും അത് അള്ളാഹുവായിട്ടൊരു ഡിസ്കഷൻ വെക്കുക. അള്ളാഹുവായിട്ട് പറയാം, അള്ളാഹുവിന്റെ അടുത്ത് പറയാം, അള്ളാഹുവെ എനിക്ക് ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്, എനിക്കൊരു തൃപ്തി തോന്നുന്നുണ്ട്, അൽഹംദുലില്ലാഹ് ഞാൻ ഇതിനെ ഫോളോ ചെയ്യാണ് കേട്ടോ. അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് അവർ പറഞ്ഞു തന്നതിൽ എന്തോ എന്റെ മനസ്സിനൊരു തൃപ്തിയില്ല, നീ എനിക്ക് ശരിയായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എന്നെ എത്തിക്കണേ. കാരണം മനസ്സിന് സമാധാനം തരുന്നവൻ അസ്സലാം റബ്ബാണ്. മാത്രമല്ല അവന്റെ വാക്കാണ്, അവന്റെ ഉറപ്പാണ് നമ്മളെ പഠിപ്പിക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തന്ന വാക്കാണത്. അപ്പൊ അതിനകത്ത് നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം, തവക്കുൽ ചെയ്യാം. റബ്ബ് എന്നെ പഠിപ്പിച്ചോളും, ഓരോ കാര്യങ്ങളും സമയമാകുമ്പോൾ പഠിപ്പിച്ചോളും. അതിനുള്ള പേഷ്യൻസ് നമ്മൾ കാണിക്കുക. ഒരു കാര്യം കൂടെ പറയാണ്, അള്ളാഹു നമ്മളെ പഠിപ്പിക്കാത്തതിനെ കുറിച്ച് നമ്മളെ അക്കൗണ്ടബിൾ ആക്കൂല. എന്തെങ്കിലും ഒരു കാര്യം, ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാതെ നിങ്ങളെ ശിക്ഷ പിടികൂടൂല. റബ്ബിന്റെ ഉറപ്പാണത്. അതുപോലെ ഒരു കാര്യം നമ്മളെ അറിയിക്കാതെ, നമ്മളെ പഠിപ്പിക്കാതെ അതിന്റെ പേരിൽ അള്ളാഹു പിടിച്ച് നമ്മളെ ശിക്ഷിക്കൂല.
ഇതിന്റെ അർത്ഥം നിങ്ങൾ ഓക്കെ എന്നാ പിന്നെ ഇനി എൽമ തേടണ്ടല്ലോ, അത് തേടിക്കഴിഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ എന്നല്ല. നമ്മളുടെ കഴിവില്, നമ്മളുടെ അറിവില്, നമ്മളുടെ ആക്സസിലുള്ള അറിവുകള്, രണ്ട് കാര്യങ്ങൾ. ഒന്ന് നമ്മളുടെ ആക്സസിൽ, അതായത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നത്. രണ്ട് നമ്മളുടെ കഴിവ്. ഓരോരുത്തരുടെയും കഴിവ് വേറെ വേറെയാണ്. അതിലുള്ള അറിവുകൾ തേടിക്കൊണ്ടേയിരിക്കുക. ഒരിക്കലും ബേർഡൻ ആക്കരുത്, അറിവ് ഭാരമാക്കി മാറ്റരുത്. ഓക്കെ, അതെങ്ങനെയാ മനസ്സിലാവാന്ന് വെച്ചാല് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക. എനിക്ക് സമാധാനമാണോ, അറിവ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവുമാണ് കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ ശരിയായ ട്രാക്കിലാണ് പോണേ. പകരം അറിവ് നമ്മൾ തേടുമ്പോൾ, നമ്മൾ അറിവിന് വേണ്ടി ഇങ്ങനെ കൈയും കാലിട്ട് അടിച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് നമുക്ക് ഒന്നും എവിടെയും കിട്ടാത്തൊരവസ്ഥയിൽ സ്ട്രഗിൾ ആണ് നിൽക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക എവിടെയോ എന്റെ ട്രാക്കിനൊരു കുഴപ്പമുണ്ട്. റബ്ബിന്റെ അടുത്ത് ചോദിക്കുക. കാരണം റബ്ബ് പറഞ്ഞിട്ടില്ലേ ഞാൻ പഠിപ്പിച്ചോളാം നിങ്ങളെന്ന്, പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അല്ലേ? റബ്ബിന്റെ അടുത്ത് പറയാം, റബ്ബെ നീ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഇപ്പൊ എന്താണോ പഠിക്കേണ്ടത് നീ അതെനിക്ക് പഠിപ്പിച്ചതാ. ഞാൻ ഇപ്പൊ എവിടെ നിന്നാണോ പഠിക്കേണ്ടത്, നമ്മൾ എന്ത് പുതിയത് പഠിക്കാൻ തീരുമാനിക്കുമ്പോഴും റബ്ബുമായിട്ട് അത് ഷൂറ നടത്തുക. എന്നിട്ട് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇസ്തിഖാറ നിസ്കരിച്ച് റബ്ബിൽ ഏൽപ്പിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് അത്രയ്ക്ക് നോളജ് ബൊമ്പാർട്ട്മെന്റ് ഉള്ള കാലമാണ്. നാട് മുഴുവൻ അറിവാണ് അല്ലെ, എല്ലാ സ്ഥലത്തും അറിവ് കിട്ടാനുണ്ട്. അതേപോലെ പല അറിവുകളും നമ്മൾ എടുക്കാൻ പറ്റുന്നതാണോ, വിശ്വസനീയമായതാണോ നമുക്കറിയില്ല. ചിലത് നമ്മൾ പഠിച്ച് കുറെ അങ്ങ് എത്തുമ്പോഴായിരിക്കും വേറെ പലരും വന്ന് പറഞ്ഞത് അത് തെറ്റാണ്, അവരുടെ അത് തെറ്റാണ്, ഇവരുടെ ഇത് തെറ്റാണ്, നിങ്ങൾ ഇതാണോ പഠിച്ചത്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ആർക്കും അത് തീരുമാനിക്കാനുള്ള കഴിവില്ല അല്ലെ, റബ്ബിനെ അറിയുള്ളൂ. കാരണം പലതും ഗൈബാണ്, ഏതാ ശരി ഏതാ തെറ്റ്. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ അറിവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റബ്ബുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. റബ്ബെ നീ എനിക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും ബെസ്റ്റ് എന്നാണോ അത് നീ എന്നിലേക്ക് എത്തിച്ചതാ, അത് നീ എനിക്ക് മനസ്സിലാക്കിത്താ. ഇന്ന കാര്യത്തിൽ എനിക്ക് ഇന്ന സംശയമുണ്ട്, അത് നീ ക്ലിയർ ആക്കിത്താ. റബ്ബുമായിട്ട് ഷൂറ ചെയ്യുക, റബ്ബിനടുത്ത് ഇസ്തിഖാറ നമസ്കരിച്ച് ഏൽപ്പിക്കുക. റബ്ബെ ഞാൻ ഇത് പഠിക്കാൻ പോവുകയാണ്. റബ്ബിന്റെ ഡ്യൂട്ടിയാണ്, റബ്ബിന്റെ പ്രോമിസ് ആണ്, നമ്മളെ പഠിപ്പിക്കും, നമ്മുടെ സംശയങ്ങൾ ക്ലിയർ ആക്കും എന്നുള്ളത്. അത് റബ്ബ് ചെയ്യുക തന്നെ ചെയ്യും. അതിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവുക, അതേപോലെ പേഷ്യൻസ് ഉണ്ടാവുക, അതേപോലെ മനസ്സിലാക്കാൻ നമ്മൾ മനുഷ്യരാണ്. നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്കെല്ലാം ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു ക്ഷമ നമ്മൾ കാണിക്കാം. പോയിന്റ് നമ്പർ 3, എന്തിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതായത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ചിലതുണ്ടാവും അല്ലെ, നമ്മളുടെ ഫർദായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ അമലുകളെ ഇല്ലാണ്ടാക്കി കളയുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ അഖീദയുടെ കാര്യങ്ങൾ, അതിൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിവുള്ള ആളുകളുടെ അടുത്ത് ചോദിക്കുക തന്നെ ചെയ്യുക. എത്രയും പെട്ടെന്ന് ചോദിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചോദിക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം ചോദിക്കുമ്പം നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ആ ചോദ്യം ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടാക്കുക. കാരണം പലപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുമ്പം അത് കേൾക്കുന്ന പലർക്കും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. അവർക്ക് നല്ല എന്താ പറയാ, ഉറപ്പായിട്ട് അവർ മനസ്സിലാക്കിയ പല കാര്യങ്ങളെയും പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള സംശയങ്ങളായേക്കാം. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ സംശയം ക്ലിയർ ആക്കി പോകും, ചിലപ്പം അവരുടെ യഖീനെ ആയിരിക്കും നമ്മൾ തച്ചുടച്ചിട്ട് പോണത്. സുബ്ഹാനല്ലാഹ്. അറ്റ് ദ സെയിം ടൈം ആ ഗ്രൂപ്പിൽ നമ്മൾ ചോദിക്കുമ്പോൾ ആ മൊത്തം ഗ്രൂപ്പിന്റെ സമയം നമ്മൾ നമ്മളുടെ ഒരാളുടെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് ഹയറ് നൽകപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും നമ്മൾ ഒരാളുടെ സംശയത്തിന്റെ പേരിൽ ഒരുപക്ഷെ ആ സംശയം മറ്റുള്ളവരെ എല്ലാരെയും കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഷെറിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം വളരെ വൈസായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യാം. അതേപോലെ ചോദ്യം ചോദിക്കുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം നമ്മളെ അടുത്ത് തന്നെ പറയാം, ഈ ബാക്കിയുള്ളവരെല്ലാവരും ചോദ്യങ്ങൾ ഇല്ലാത്തവരല്ല, അവരുടെ മനസ്സുകളിലും ചോദ്യങ്ങളുണ്ട്. ഒരു പക്ഷെ അവര് ഇൽമ നേടുന്നതിന്റെ അദബ് കീപ്പ് ചെയ്യുന്നവരായിരിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ, ഞാൻ ചോദ്യം ചോദിക്കുന്നു എന്നതിന്റെ അർത്ഥം എനിക്ക് മാത്രമേ ചോദ്യങ്ങളുള്ളൂ, അവരൊന്നും ചോദ്യങ്ങൾ ഇല്ലാത്ത ആൾക്കാരാണെന്നല്ല. അവരൊരു പക്ഷേ അദബ് കീപ്പ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കോമൺ ഡൗട്ടാണ്, ഈ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉപകാരപ്പെട്ടേക്കാം എന്നുള്ള കാര്യമാണെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഒരു പക്ഷേ അൽഹംദുലില്ലാഹ് നിങ്ങളത് ചോദിച്ചത് കൊണ്ടായിരിക്കാം എല്ലാവർക്കും ഉപകാരപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ ഈ മേലെ പറഞ്ഞ പോലത്തെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കൂല എന്നുണ്ടെങ്കിൽ, അതായത് അത് മറ്റുള്ളവർക്ക് യഖീനുള്ള കാര്യത്തിൽ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കൂല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമയം ഞാൻ ഇത് പറയുന്നത് കാരണം എടുത്തു കളയും എന്നുണ്ടെങ്കിൽ മാറി നിൽക്കുക. പക്ഷെ എല്ലാവർക്കും ഉപകാരപ്പെട്ടേക്കാം എന്നുള്ള സംശയങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ സമയമുണ്ട്, അലൗഡ് ആണ്, നമുക്ക് ഡൗട്ടിന് വേണ്ടി വെച്ചിട്ടുള്ള സമയമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചോദിക്കാം, ചോദിച്ച് ക്ലിയർ ആക്കാം, അതിലൊന്നും തെറ്റില്ല. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുക, അള്ളാഹുവിന്റെ അടുത്ത് ചോദിക്കുക, ആരുടെ അടുത്തെങ്കിലും പേഴ്സണലി 1 to 1 നിങ്ങൾക്ക് അറിവുണ്ട് എൽമുണ്ടെന്ന് തോന്നുന്ന ആളുകളുടെ അടുത്ത് ചോദിക്കാം. 4, നമ്മൾ മനുഷ്യന്മാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, എല്ലാവരും നമ്മൾ ഈ ചോദിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ നമ്മൾ ചോദിക്കുന്ന എല്ലാവരും മനുഷ്യന്മാരാണ്. എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ്, ഓർഡിനറി ആണ്,
തെറ്റുകൾ വരുത്താൻ സാധ്യതയുള്ളവരാണ്. എല്ലാവരും, ഈ പറഞ്ഞത് എല്ലാവരും, പണ്ഡിതന്മാർ അടക്കമാണ്. സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ജഡ്ജ്, ഓക്കെ, നമ്മളില്ലേ പൊതുവെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് ഒരു ന്യായാധിപന്റെ അടുത്ത് ചെല്ലും. ഇസ്ലാമികമായിട്ടുള്ള കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത് കേട്ടോ. ഒരു ജഡ്ജ് ഒരു തീരുമാനം കൊടുക്കുമ്പോൾ, അതായത് നമ്മളൊരു പ്രശ്നമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന്, അപ്പൊ ഒരു ഫത്വയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലാന്ന് വെച്ചോ. അദ്ദേഹം ഒരു തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവിന്റെ ബെസ്റ്റ്, അതായത് എൽമ ഉപയോഗിച്ച് ഏതൊക്കെ രീതികൾ, ഇപ്പം ഫിഖ്ഹി കാര്യങ്ങളാണെങ്കിൽ ഫിഖ്ഹിന് ചില റൂളുകളൊക്കെ ഉണ്ട് അല്ലെ, ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. ആദ്യം ഖുർആനിലുണ്ടോ നോക്കും, പിന്നെ സുന്നത്തിലുണ്ടോ നോക്കും, പിന്നെ ഇജ്മാ എന്താ നോക്കും അല്ലെ, പിന്നെ ഇജ്തിഹാദ് ചെയ്യും, ഖിയാസ് ചെയ്യും, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അവർ പഠിച്ചു വെച്ച്. അപ്പം ആ രീതിയിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിന്റെ റൂളുകളൊക്കെ ഉപയോഗിച്ച് ഒരു തീരുമാനത്തിൽ എത്തി എന്ന് വെക്കുക. ആ തീരുമാനം ശരിയാണെങ്കിൽ, അയാൾ കൊടുത്ത ആ ഒരു ഡിസിഷൻ, ആ ഒരു ഹുക്കും, ആ ഒരു റൂളിംഗ് ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 2 പ്രതിഫലമുണ്ട്. ഇനി ഇതേപോലെ എല്ലാ രീതിയിലും ആത്മാർത്ഥമായിട്ട് എല്ലാ സ്റ്റെപ്പുകളും എടുത്ത് അദ്ദേഹം ഒരു തെറ്റായ തീരുമാനത്തിലാണ് എത്തിയതെങ്കിൽ അദ്ദേഹത്തിന് 1 പ്രതിഫലമുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇദ്ദേഹത്തിന് ഇതൊരു ഇബാദത്താണ്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ഇബാദത്താണ്. എന്നാൽ ഉത്തരം അയാൾ എത്തിച്ചേരാവുന്ന ഹുക്മ അല്ലെങ്കിൽ റൂള് തെറ്റാവാം, കാരണം മനുഷ്യനാണ് അല്ലെ. അപ്പൊ തെറ്റായാൽ പോലും ഈ ഇബാദത്തിന് 1 പ്രതിഫലം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിന് നഷ്ടമൊന്നും വരുന്നില്ല. അപ്പൊ നമ്മളെപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിൽ വെക്കുക, നമ്മൾ ചോദിക്കുന്നത് മനുഷ്യന്മാരുടെ അടുത്താണ്. എത്ര വലിയ പണ്ഡിതന്മാരാണെങ്കിലും അയാൾ അന്ന് അങ്ങനെയാ പറഞ്ഞത്, അത് തെറ്റല്ലേ? തെറ്റാം. ഇനി നമ്മൾ തെറ്റല്ലേ എന്ന് മനസ്സിലാക്കി ഇതുപോലും ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ ചെയ്യുക. നമുക്ക് നമ്മുടെ മനസ്സിന് തൃപ്തിയുള്ളത് നമ്മൾ എടുക്കുക, അല്ലാത്തത് റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. എന്നാലും നമുക്കൊരു കാര്യത്തിൽ ഒരു കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ അനുസരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാന തആലയുടെ ഡ്യൂട്ടിയാണ് നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളത്. അത് നമ്മളെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കേണ്ട സമയമാകുമ്പോൾ റബ്ബ് പഠിപ്പിച്ചോളും. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. അതൊരു ഗെയിമിന്റെ ലെവൽസ് അൺലോക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ഇങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ അള്ളാഹു അത് തന്നെ ചെയ്യും. നമ്മൾ ആ ഒരു ലെവലിൽ എത്തിയിട്ട് ഒരു എൽമെന്റ് അല്ലെങ്കിൽ അമലിന്റെ അല്ലെങ്കിൽ അള്ളാഹു ആയിട്ടുള്ള ക്ലോസ്നെസിന്റെ ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മളെക്കാളും വിഷമാണ് റബ്ബിന് അത് നമ്മളെ പഠിപ്പിക്കണം, നമ്മളെക്കാളും കൺസേൺഡ് ആണ് റബ്ബ് നമ്മളെ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പലതും ചിലപ്പോൾ നമ്മളെ തീരെ കൺസിഡർ പോലും ചെയ്യാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ വളരെ ശരിയാണെന്ന് വിചാരിച്ച് ചെയ്തു പോയ കാര്യങ്ങൾ, നമുക്ക് എല്ലാ അനുഭവം ഉണ്ട് അല്ലേ. അള്ളാഹു എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ നമുക്ക്, അള്ളാഹ് ഇത് തെറ്റാണല്ലേ, സുബ്ഹാനല്ലാഹ് ഞാൻ ഇത്രയും കാലം, അത് റബ്ബിന്റെ നമ്മളോടുള്ള സ്നേഹത്തിന്റെ റിസൾട്ടാണ്, റബ്ബിന്റെ കാരുണ്യത്തിന്റെ റിസൾട്ടാണ്. കാരണം റബ്ബിന് ഈ അടിമ ഈ ഒരു ലെവലിൽ എത്തുമ്പം ഇത് തിരുത്തണം എന്ന് റബ്ബിന് നിർബന്ധമുണ്ട്. റബ്ബ് അത് പഠിപ്പിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അത്രയും റഹ്മാനായ റഹീമായ റബ്ബാണ് നമ്മളുടെ റബ്ബ്, വദൂദായ റബ്ബ് നമ്മളെ തിരുത്തേണ്ട സമയമാകുമ്പോൾ തിരുത്തും. പക്ഷെ നമ്മള് ഭയങ്കര അഡമന്റ് ആണ്, എനിക്കിത് ഇപ്പൊ തന്നെ പഠിച്ചേ മതിയാവും. അള്ളാഹു നമുക്ക് ചിലപ്പോൾ 3ാമത്തെ ലെവലിലേക്ക് വെച്ചിട്ടുള്ളത് എനിക്ക് ഇപ്പൊ തന്നെ പഠിച്ചേ മതിയാവും എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ വാശി പിടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്കൊരു ഭാരമായേക്കാം. അതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം റബ്ബ് നമ്മളിപ്പോ അത് പഠിപ്പിക്കാത്തത്. പക്ഷെ എനിക്കിതിപ്പോ പഠിച്ചേ മതിയാവും എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്തത് നമ്മളെ തലയിൽ ഏറ്റെടുത്ത് ഒരു ഭാരമാക്കി വെക്കുന്നതായേക്കാം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ സത്യം പറയണമെങ്കിൽ നമ്മൾ സേഫ് ആണ്. അള്ളാഹിന്റെ പ്രോസസ്സ് ഉണ്ട് ടീച്ച് ചെയ്യുന്നതിന്, ആ പ്രോസസ്സ് ഫോളോ ചെയ്യുക. നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് തോന്നുകയാണ് തഫ്സീർ പഠിക്കാൻ, റബ്ബിന്റെ കലാം എന്താണെന്ന് മനസ്സിലാക്കണം, അത് പഠിക്കുക. അത് ക്ഷമയോടുകൂടി പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ നമ്മളെക്കാളും അറിയുന്ന റബ്ബുണ്ട്. ഓരോ ആയത്ത് കഴിയുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും അല്ലേ നമ്മുടെ ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ ചിലപ്പോൾ ഒരു ഫിഖ് ക്ലാസ്സിൽ ചേരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അഖീദ ക്ലാസ്സിൽ ചേരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സീറ ക്ലാസ്സിൽ ചേരുമ്പോൾ റബ്ബിന്റെ അടുത്ത് സംസാരിച്ച് റബ്ബിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഇഷ്തിഖാറ നമസ്കരിച്ച് അതിൽ അങ്ങോട്ട് ചേരുക. നമ്മളെ ഓരോ സംശയങ്ങളും റബ്ബിന് അറിയാം. എന്റെ ഈ അടിമയ്ക്ക് ഇന്ന കാര്യങ്ങളെ കുറിച്ച് ഇന്ന സംശയങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ ക്ലിയർ അല്ല, അത് അവന് പഠിപ്പിച്ചു കൊടുക്കണം. അത് അവന് സമയമായിട്ടുണ്ടെന്നാ ഞാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ അവന് സമയമായിട്ടില്ല, തൽക്കാലം ആയിൽമ അവന്റെ അടുത്തുനിന്ന് തടഞ്ഞു വെക്കട്ടെ. റബ്ബിന്റെ ആ ഒരു പ്രോസസ്സിൽ തവക്കുൽ ചെയ്യാം. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഓരോ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോഴും ചിലപ്പം ആദ്യത്തെ ഒരു മാസമോ 2 മാസമൊക്കെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. 1 or 2 ക്വസ്റ്റ്യനെ മാക്സിമം ചോദിക്കാറുള്ളൂ. ആ 2 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞു തരുന്ന ഏതൊരു അധ്യാപകനാണെങ്കിലും അവർക്കൊരു പക്ഷെ എന്റെ ചോദ്യം പോലും പലപ്പോഴും മുഴുവൻ മനസ്സിലാക്കാൻ പറ്റാറില്ല. അത് അവരുടെ കഴിവുകേടല്ല,
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുക റബ്ബിന് മാത്രം. നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാവില്ല, റബ്ബിന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതേ ചോദ്യങ്ങൾക്ക് റബ്ബ് ഉത്തരം തന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ അതിനുശേഷമുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ നിർത്തിവെക്കുമ്പോഴും ആ ചോദ്യങ്ങൾക്കൊക്കെ റബ്ബ് ആ കോഴ്സ് കഴിയുമ്പോഴേക്ക് ഉത്തരം തരാറുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാ ചോദ്യങ്ങൾക്കും റബ്ബ് ഉത്തരം തരാറുണ്ട്. ഒരു 99 അല്ലെങ്കിൽ 98, ബാക്കി 2% ചിലപ്പോൾ റബ്ബ് ഞാൻ അതിന് പക്വത ആവാത്തത് കൊണ്ട് തടഞ്ഞു വെച്ചതായിരിക്കും. റബ്ബ് അത് തിരുത്തി തരും. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഇനിയും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മളുടെ റബ്ബ്, നമ്മളും റബ്ബ് നമ്മളുടെ ആ ഒരു ഇൻഡിവിജ്വൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ സ്ട്രോങ് ആക്കിയാൽ മതി. റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വേഗം വേഗം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഓടിയെടുക്കുക, അതിനു വേണ്ടി വിഷമിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടാത്തതിനല്ല വിഷമിക്കേണ്ട. ഓൾറെഡി കിട്ടിയതില്ലേ, നമ്മളിപ്പോ എഴുതിയ ഒരു ഇതുവരെ പഠിച്ചത് എഴുതി വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു ബെഡ്ഷീറ്റ് മുഴുവൻ വിരിക്കാനുള്ള അത്രയും വലിയ പേപ്പറിൽ എഴുതി കഴിഞ്ഞാലും മതിയാവില്ല. അത്രക്കുണ്ടല്ലേ നമുക്ക് തിരുത്തിയത് നമ്മൾ പഠിച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടുമ്പം, അതിനു വേണ്ടി നമ്മൾ കൂടുതൽ സ്ട്രെസ് എടുക്കുമ്പം ബാക്കിയുള്ളത് അങ്ങനെ അള്ളാഹു ഈസി ആയിട്ട് നമ്മളെ അങ്ങ് പഠിപ്പിച്ച് തന്നോളും. ഓക്കെ, അപ്പം വെറുതെ ബനി ഇസ്രായേലിൽ പെടാൻ വേണ്ടി പോണ്ട. വെറുതെ നമുക്ക് പറ്റാത്തത് ഇപ്പം വലിച്ചെടുത്തിട്ട് അത് നമ്മളെ മേലെ തന്നെ അതൊരു ഭാരമാക്കി വെക്കണ്ട. എന്റെ തഫ്സീർ ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു. മൂപ്പര് ഏതോ ഒരാള് ഒരു പണ്ഡിതന്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം പറയായിരുന്നു. അതായത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഫുട്ബോളിന്റെ ആ ഒരു പുറമേയുള്ള സ്കിൻ ഉണ്ടാവുമല്ലോ അല്ലെ, ബോളിന്റെ പുറത്തുള്ള ആ ഒരു കവറിങ്, അത് പന്നിയുടെ തൊലി കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഉപയോഗിക്കാൻ പാടുണ്ടോ? ശരിക്കും അയാളെ തന്നെ വല്ലാത്തൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഇടാണ് അല്ലെ. കാരണം ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് മുഫ്തിക്ക്, ഈ ചോദിക്കുന്ന പണ്ഡിതൻ ഇതിന് ആൻസർ കൊടുക്കാതെ രക്ഷയില്ല അല്ലെ. അദ്ദേഹത്തിന്റെ ഇൽമും ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ഉപയോഗിച്ച ഒരു ഫത്വ, അയാൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലാണ് എത്തുന്നത്. നിങ്ങൾ ഈ ഫുട്ബോൾ കളിക്കാൻ വാങ്ങുന്ന ബോളിന്റെ സ്കിന്നിന്റെ ക്വാളിറ്റി നോക്കണം. അത് ഹറാമായ എന്തെങ്കിലും മെറ്റീരിയൽ അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പാടില്ല എന്നെങ്ങാനുമാണ് അദ്ദേഹം ഒരു റൂളിങ്ങിൽ എത്തുന്നതെങ്കിൽ അല്ലെ. നമ്മൾ പറഞ്ഞു റൂളിങ് ചിലപ്പം തെറ്റുമായേക്കാം, എന്നാലും മുഫ്തിക്ക് പ്രതിഫലമുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു റൂളിങ്ങിൽ എങ്ങാനും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ചോദിച്ച ആൾക്ക് ബുദ്ധിമുട്ടായോ? പിന്നെ ഓരോ കടയിൽ പോയിട്ട് ഒരു ഫുട്ബോൾ വാങ്ങുമ്പോൾ ഫുട്ബോളിന്റെ തൊലിന്റെ ഇൻഗ്രീഡിയന്റും തപ്പി നടക്കണ്ടേ? സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളുടെ അടുത്ത് അള്ളാഹു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പടി വിഴുങ്ങിക്കോളാം. ഇനി മനസ്സിലായില്ലെങ്കിൽ റബ്ബിന്റെ അടുത്ത് ചോദിക്കുക. അത് റബ്ബ് സമയമാകുമ്പോൾ നമുക്ക് പറഞ്ഞുതരും. അതുവരെ നമുക്ക് എന്താണോ മനസ്സിലായത് അതങ്ങ് ഫോളോ ചെയ്യാം. ഓക്കെ, ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ കോംപ്ലിക്കേറ്റ് ആക്കിയിട്ട് അത് അനുവദനീയമാണോ, ഇതങ്ങനെയാണോ, അതിങ്ങനെയാണോ നോക്കുമ്പോൾ നമ്മളുടെ ഭംഗിയുള്ള ദീനിനെ നമ്മൾ കോംപ്ലിക്കേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അത്രയും ഈസി ആയിട്ടുള്ള ദീനിനെ അല്ലെ, ദീനിൽ ഒരു പ്രയാസവും ഇല്ലാന്ന് റബ്ബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ദീനിനെ നമ്മൾ അത് ബുദ്ധിമുട്ടാക്കുകയാണ്. നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും ദീൻ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നോൺ മുസ്ലിംസിനൊക്കെ നമ്മളെ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഇഷ്ടക്കേട് തന്നെ എന്താണെന്നറിയോ? ഇസ്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു തോന്നല് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇപ്പം ഫോൺ എടുത്തിട്ട് ആ സ്റ്റാറ്റസിലൂടെ ഒന്ന് ഓടിച്ചു നോക്കുക. നമ്മളുടെ ഓരോരുത്തരുടെയും സ്റ്റാറ്റസുകൾ വാട്സപ്പിലുള്ള എന്തൊരു മോശം ഇമേജസ്. സുബ്ഹാനല്ലാഹ്, മോശം എന്ന് വെച്ചാൽ അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ആണ് നമ്മൾ പുറമേയുള്ള ലോകത്തിന് കൊടുക്കുന്നത്. നമ്മുടെ ഈ സ്റ്റാറ്റസ് കാണുന്ന ഓരോരുത്തർക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറേ ഡു, കുറേ ആൻഡ് ഡോണ്ട് അല്ലെ. അത് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്, ഇത് തെറ്റാണ്. സുബ്ഹാനല്ലാഹ്, തോന്നുമോ ആർക്കെങ്കിലും അതിലേക്ക് വരാൻ? ഈ ഡൂസ് ആൻഡ് ഡോൺസ്, അതായത് അള്ളാഹുവിന്റെ കൽപ്പനകൾ, നമ്മൾ ഇത് ചെയ്യണം അത് ചെയ്യണ്ട എന്ന് പറയുന്ന കൽപ്പനകൾ, അത് നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ നിയ്യത്ത് ക്ലിയർ ആക്കി, നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളിലേക്ക് അള്ളാഹു എളുപ്പത്തിൽ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് ഈ ഡൂസ് ആൻഡ് ഡോൺസ്. പലതും നമുക്ക് തന്നെ അറിയാം അല്ലെ. നമ്മൾ ഈ യാത്ര തുടങ്ങി ഇത്രയും എത്തിയതിനിടക്ക് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ അനായാസം നമ്മളെ പഠിപ്പിച്ചല്ലോ. ഇതേ കാര്യങ്ങൾ നമുക്ക് മുമ്പ് അറിയാവുന്നതായിരുന്നു, പക്ഷെ നമുക്ക് മുമ്പ് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഈ 69 ആയത്തിനിടക്ക് നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് മുമ്പ് അറിയാവുന്നതായിരുന്നു. വളരെ ചെറിയൊരു ശതമാനം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളൂ അല്ലെ, ചെയ്യുന്നതും ചെയ്യാൻ പാടില്ലാത്തതും. പക്ഷെ അന്നൊക്കെ അത് നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പൊ നമുക്കത് വളരെ ഈസി ആയിട്ട് അള്ളാഹു പഠിപ്പിച്ചു തരാണ് അല്ലെ. അപ്പൊ ഈ ഡൂസ് ആൻഡ് ഡോൺസ് അല്ല ഇസ്ലാമിന്റെ ബേസിക്. ഹറാമും ഹലാലും ഇങ്ങനെ ഇമ്പോസ് ചെയ്തിട്ട് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് ഇസ്ലാം, ഭയങ്കര പ്രയാസമാണെന്നല്ലേ. സുബ്ഹാനല്ലാഹ്, അതല്ല ബേസിക്.
നമ്മൾ എൻഡ് റിസൾട്ട് ആണ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ എത്തണം, ആ എത്തേണ്ടതാണ് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടാക്കി കാണിച്ചു കൊടുക്കുകയാണ് ലോകത്തിന്. അതിന് പകരം നമ്മൾ അവരുടെ അടുത്ത് അള്ളാഹുവിന്റെ സ്നേഹത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഔദാര്യത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ മഹത്വത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിലെ സമാധാനങ്ങളെ കുറിച്ച്, ഈ ദീനിൽ ഉണ്ടായത് കൊണ്ട് നമുക്കുണ്ടായ ഗുണങ്ങളെ കുറിച്ച്, നമുക്കുണ്ടായ എളുപ്പങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നെങ്കിൽ, ഈ ദീനിന്റെ ഭംഗിയെ കുറിച്ച്, ഈ ദീനിന്റെ ഹിക്മത്തിനെ കുറിച്ച്, അല്ലെ, എല്ലാവർക്കും പൊതുവേ ഒരു ധാരണയുണ്ട് ഇസ്ലാമില് ഒരു ചിന്തയില്ലാണ്ട് അത് അടിച്ചേൽപ്പിക്കലാണ്. ഈ ദീനിലെ ഓരോ കാര്യങ്ങൾക്കും പിന്നിലുള്ള ഹിക്മത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ആളുകൾ അട്രാക്റ്റഡ് ആവും. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ നമുക്കൊക്കെ ഒരു ഇൻട്രസ്റ്റില് ഒരു എന്താ പറയാ അഡിക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ഹിക്മത്തോടു കൂടി കിട്ടുന്നത് കൊണ്ടാണ്. ഏതൊരു മനുഷ്യനും ഒരു കാര്യത്തിന്റെ പിന്നിലുള്ള ഹിക്മത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് വിട്ടു പോവാൻ തോന്നൂല. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ആ ഒരു ഹിക്മത്ത്, അറ്റ്ലീസ്റ്റ് ഹിക്മത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആ ഭംഗിയും എളുപ്പവും നമ്മൾ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ, അല്ലെ, ആളുകൾ ദീനിലേക്ക് അട്രാക്റ്റഡ് ആയേനെ. അപ്പം നമ്മൾ ഈ ഡൂസ് ആൻഡ് ഡോൺസിന്റെ മേലെ കമന്ന് കടന്ന്, അതുപോലെ നമ്മൾ വേഗം ഒരാളെ കാണുമ്പോൾ അയാൾ ചെയ്യുന്ന തെറ്റെന്താന്ന് നോക്കി നടക്കുക. അത് തെറ്റല്ല, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അവരാ തെറ്റ് ശരിയാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. റബ്ബ് അവര് ബേസിക് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വരുമായിരിക്കും. അവരുടെ ഹൃദയങ്ങളിലെ നീയത്തുകൾ ശരിയാക്കി കൊണ്ടുവരായിരിക്കും. സുബ്ഹാനല്ലാഹ്. എത്ര എത്ര പോപ്പ് സിംഗേഴ്സ് ദീനിലേക്ക് വരുന്നല്ലേ. നമ്മളെ കാഴ്ചപ്പാടിൽ അവരൊക്കെ ലോകത്തെ ഏറ്റവും വലിയ തെറ്റുകാരാ. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എവിടെയോ ആ ഒരു ചെറിയൊരു പൊട്ടില് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഫിത്രയിലേക്ക് അല്ലെങ്കിൽ ഹക്ക് അവർ അന്വേഷിക്കുന്നുണ്ടായിരിക്കാം. അള്ളാഹു അവർക്ക് അത് ഇട്ടുകൊടുക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ ദീനിനെ നമ്മൾ പ്രയാസമാക്കണ്ട. അള്ളാഹു നമ്മളെ ഓരോന്നും അതിന്റെ സമയമാകുമ്പോൾ ഹിക്മത്തോടു കൂടി പഠിപ്പിക്കും. അപ്പൊ അത് നമുക്ക് എളുപ്പമായി തീരും. അപ്പൊ നമ്മളുടെ ഡ്യൂട്ടി നമ്മളുടെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ്, അല്ലെ. നമ്മൾ ഒരാളെ നമ്മുടെ വീട്ടിലേക്ക് ദഅവത്തു ഇലല്ലാഹ് ആണെന്ന് പ്രത്യേകം ഓർക്കും. ഒരിക്കലും ദഅവത്തു ഇലയ്യ അല്ല. നമ്മളെപ്പോഴും ആളുകളെ നമ്മളിലേക്ക് ക്ഷണിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പം എന്ത് റൈറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു അതിലേക്ക് ആളുകൾ എത്തണം. ഞാൻ ഇത് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ എന്താ ചെയ്യാത്തെ? നമ്മൾ ചെയ്യാത്ത എത്രയോ കാര്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട്. നമ്മൾ പഠിക്കാൻ എത്രയോ ബാക്കി കിടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ദഅവത്തു ഇലല്ലാഹ്, അള്ളാഹുലേക്കാണ് ആളുകളെ ക്ഷണിക്കേണ്ടത്. നമ്മളെ വീട്ടിൽ ഒരു സൽക്കാരോ വിരുന്നോ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയാണ്, നിങ്ങൾ വരുമ്പോണ്ടല്ലോ ഇന്ന ഡ്രസ്സ് ഇട്ടിട്ട് വരണം, ഇത്ര സമയത്ത് ഷാർപ്പിന് വരണം, അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലാത്തൊന്നും അവിടെ സംസാരിക്കാൻ പാടില്ല. അവിടെ ഇന്ന ആളുണ്ടാവും, അവരുടെ അടുത്ത് ഒച്ചാനിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾ പറയും എന്നെ കൊണ്ടയ്യൂലേ, അമ്മ എന്നാ പോയിക്കോന്ന് പറയില്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ ക്ഷണിക്കുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലേക്കായിരിക്കണം, ആളുകൾക്ക് തൃപ്തി തോന്നുന്ന കാര്യങ്ങളിലേക്കായിരിക്കണം. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനുമായിട്ട് മിങ്കിൾ ചെയ്ത് ഹാപ്പി ആവുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നാച്ചുറലി അനുസരിച്ചോളും, അല്ലെ. അവിടെയുള്ള വലിയ ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കും. അവിടെ ചെന്ന് നമ്മൾ മോശം വർത്താനൊന്നും പറയൂല. പക്ഷെ അവിടേക്ക് വരണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പോകുമായിരിക്കും. നമ്മളെ മക്കൾ പറയും പോയിക്കേ, നമ്മളെ വിളിക്കേണ്ട ആ സ്ഥലത്തേക്ക്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഇൻവിറ്റേഷൻ ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. എത്ര ഭംഗിയായിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. ഇസ്ലാമിനെതിരെ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമല്ല. കാരണം അവർക്കിതൊന്നും അറിയില്ലല്ലോ. നമ്മൾ കാണിച്ചു കൊടുത്തതിന്റെ കുഴപ്പം തന്നെയാണ്. ആദ്യം നമ്മളെ അടുത്തുണ്ടായിട്ട് വേണ്ടേ നമ്മൾ കാണിച്ചു കൊടുക്കാൻ, അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ദീനിനെ പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ, ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിനുവേണ്ട ഹിക്മത്ത് റബ്ബ് നമുക്ക് തരട്ടെ. നമ്മളുടെ ദീൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല. ദീനിൽ ഒന്നും ബുദ്ധിമുട്ടായിട്ടുള്ളതില്ല. എല്ലാം ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ ദീനിലുള്ളൂ. ഈവൻ നമ്മളുടെ 5 നേരത്തെ നമസ്കാരം അത് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു അമേസിങ് കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെ. നമ്മുടെ റബ്ബുമായിട്ടുള്ള വല്ലാത്തൊരു സംസാരമാണ്. നമുക്ക് പലപ്പോഴും എങ്കിലും അത് അനുഭവിക്കാൻ പറ്റാറുണ്ട്, അല്ലെ. എന്തൊരു കണക്ഷൻ ആണെന്ന്. എന്നാൽ അത് മറ്റ് സമൂഹത്തിലുള്ള, മറ്റ് സമുദായത്തിലുള്ള, മറ്റു മതങ്ങളിലുള്ളവർക്ക് ആ രീതിയിലുള്ള ഒരു സ്വയം മറന്നിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ അവർക്ക് മലന്റെ മുകളിലും ഇല്ല ഏതൊക്കെയോ സന്യാസി മഠത്തിലും ഒക്കെ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി, ഭക്ഷണം ഉറക്കവും ഒക്കെ ഒഴിവാക്കി ഇരുന്ന് ധ്യാനിച്ചാല്, ആശ്രമത്തിലെത്തി മെഡിറ്റേറ്റ് ചെയ്താലേ അവർക്ക് അത് കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളോടും, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച എല്ലാ സുഖങ്ങളോടും കൂടി, നമ്മുടെ എല്ലാ റൂട്ടീനോടും കൂടി നമുക്ക് അനുഭവിക്കാനുള്ള ഒരു വല്ലാത്തൊരു നിർവൃതിയാണ് നമ്മളുടെ നമസ്കാരം. അതും ദിവസം 5 പ്രാവശ്യം ഏറ്റവും മിനിമം, അല്ലെ. എല്ലാം നമ്മളുടെ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് യോഗന്റെ പിന്നാലെ ആശ്രമത്തിന്റെ പിന്നാലെ ഒന്നും പോണ്ട.
ഈ ഒരു ഫീലിംഗ് ഗുഡ് എന്നുള്ളത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹ് ഷഹാദത്ത് കൊണ്ട് വന്നവരാണ് അല്ലെ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലല്ലേ ഹക്കിന് വേണ്ടിയുള്ള അന്വേഷണമുണ്ട്. എല്ലാ മനുഷ്യന്മാരും, നമ്മൾ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യന്മാരും ഫിത്ര കൊണ്ട് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സീൽ ചെയ്ത് വിട്ട ഫിത്ര കൊണ്ട് വന്നവരാണ്. എല്ലാവരും അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കുന്നവരാണ്. അവർക്കാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവർ അതിനുവേണ്ടി പല വഴികളും കണ്ടെത്തുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നിട്ട് സുബ്ഹാനല്ലാഹ് ഈ സന്തോഷമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെ. എന്തൊരു വലിയ നിഅമത്താണ് സുബ്ഹാനല്ലാഹ്. ഈ രീതിയിലെ തഫ്സീർ നമ്മളെ വീടുകളിൽ ഇരുന്നിട്ട് അല്ലെ, നമ്മളുടെ കയ്യിലുള്ള ഡിവൈസ് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അത് നമ്മളോട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി എത്രമാത്രം സഹോദരിമാരെ സുബ്ഹാനല്ലാഹ് അവരവരുടെ സമയങ്ങളൊക്കെ ചെലവഴിച്ച് ഗ്രൂപ്പുകളിലെ നിങ്ങൾ ചെയ്തോ, നിങ്ങൾ പഠിച്ചോ, അവർക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ അതൊക്കെ പറയുന്നത് കൊണ്ട്? ഒരു കാര്യവും ഇല്ല അല്ലെ. പക്ഷെ റബ്ബിന്റെ തൃപ്തി മാത്രം. അത്ര ഭംഗിയുള്ള ദീനാണത്. വേറെ ഒരു കാര്യത്തിനാണെങ്കിൽ സ്കൂളിലോ കോളേജിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ടീച്ചർ എന്തെങ്കിലും നോട്ട് എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ ആ വേണമെങ്കിൽ എഴുതിക്കോട്ടെ അല്ലെ, എനിക്കതാപ്പോ പണി, അല്ലെങ്കിൽ എനിക്ക് ആരോ ശമ്പളം തരുന്നുണ്ടോ, അങ്ങനെ പറയൂല്ലേ. ദീനിന്റെ കാര്യം ആയതുകൊണ്ടാണ് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും മറുപടി കിട്ടാഞ്ഞിട്ടും വീണ്ടും 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 സിസ്റ്റേഴ്സ് വന്നിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല. അത് എത്ര ഭംഗിയായിട്ട് അവർ ചോദിക്കല്ലേ, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? എന്തൊരു വലിയ നിഅമത്താ റബ്ബ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. നമ്മൾ കാണാറില്ല എന്ന് മാത്രം. ശരിക്കും നമ്മൾ എന്ത് പഠിക്കണമെങ്കിലും പണ്ടത്തെ ഈ അടുത്ത കാലം വരെ അല്ലെങ്കിൽ കോവിഡ് മുമ്പ് വരെയുള്ള സമയങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യണമായിരുന്നു, കുട്ടികളെ വീട്ടിൽ വിട്ടിട്ട് അല്ലെ, അല്ലെങ്കിൽ പ്രായമുള്ളവരെ വീട്ടിൽ വിട്ടിട്ട്. ഇപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ദിവസത്തിൽ 1 മണിക്കൂറോ 1 അരമണിക്കൂറോ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ ഖുർആൻ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള തൗഫീഖ് റബ്ബ് തന്നിട്ടാ. അത്രയും റബ്ബ് നമ്മളെ പുന്നാരിപ്പിച്ചുകൊണ്ടിരിക്കുക സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കഷ്ടപ്പെടണ്ട അല്ലെ. അവർക്ക് മന്നയും സൽവയും കൊടുത്തത് കേട്ടിട്ട് നമ്മൾ ഓ അവര് ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. നമ്മളോട് പറയും നിങ്ങൾ വീട്ടിനകത്ത് ഇരുന്നിട്ട് ഈ എല്ലാ സൗകര്യത്തോടും നിങ്ങൾ മരുഭൂമിയിൽ തേരാപ്പാര നടക്കണ്ട, വെള്ളത്തിന് വേണ്ടി അരുവിന്റെ അടുത്തേക്ക് പോകണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാ സൗകര്യം ഉണ്ട്, ബെഡ് ഉണ്ട്, ഫുഡ് ഉണ്ട്, മക്കളുണ്ട്, AC വേണോ AC ഉണ്ട്, എന്തൊക്കെ വേണോ ഓരോരുത്തർക്കും എന്തൊക്കെ വേണോ അതൊക്കെ തന്നിട്ട് നിങ്ങളെ പാമ്പർ ചെയ്തിട്ട് ഇതാ നിങ്ങളുടെ ഫോണിൽ ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് ഒന്നൊന്ന് അത് കേട്ടിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് രണ്ടാൾക്ക് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോഴും നമ്മളെന്താ ജീവിതവും ജീവിതത്തിലെ തിരക്കും സുബ്ഹാനല്ലാഹ് എന്ത് ഉത്തരം കൊടുക്കും നമ്മൾ റബ്ബിനല്ലേ. അതിന്റെ കൂടെ റബ്ബ് നമ്മളെ എന്താ ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ, മൊബൈലോ അതുപോലെ എന്ത് ഡിവൈസസും യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു 3-4 കൊല്ലം മുമ്പേ അല്ലെ, ഇപ്പൊ സാധാരണ വീട്ടമ്മമാരായിട്ടുള്ള കുറച്ച് പ്രായം, ഇപ്പൊ മാഷാഅല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിൽ 75-80 ഒക്കെ പ്രായമുള്ള ആൾക്കാരുണ്ട് സുബ്ഹാനല്ലാഹ്. അവരൊക്കെ ഇതുപോലെ ഒരു ഗാഡ്ജറ്റ് യൂസ് ചെയ്തിട്ട്, ഫോൺ യൂസ് ചെയ്തിട്ട്, ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്തിട്ട് പഠിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അള്ളാഹു അതിന്റെ കൂടെ നൈസായിട്ട് അതും നമ്മളെ പഠിപ്പിച്ചു തന്നു അല്ലെ. സുബ്ഹാനല്ലാഹ് അള്ളാഹ് എത്ര ഈസി ആക്കി തന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3-4 വർഷങ്ങളോളം ഹിറാ ഗുഹയിൽ അല്ലെ ഒറ്റയ്ക്ക് ചെന്നിരുന്നിട്ട് ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയത്. എന്നിട്ട് ആ കിട്ടിയ വഹി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പെടാപ്പാട് സുബ്ഹാനല്ലാഹ്. മൂസ അലൈഹിസ്സലാം 40 രാത്രികൾ മലയുടെ മുകളിൽ, എന്തൊരു മെന്റൽ സ്ട്രെസ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് എന്തൊരു ഭാരമേറിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. പർവ്വതം തകർന്നു പോയിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ നൂറ് കൊണ്ട്. അത് ഒരു മനുഷ്യൻ, അത് എത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എത്ര ഹെവി ആയിട്ടുള്ള കാര്യമാണ് അത് എടുത്തിട്ട്. എന്നിട്ട് അത് കൊണ്ടുവന്ന് കൊടുത്ത മനുഷ്യന്മാര് തിരിഞ്ഞെന്ന് അവരുടെ അടുത്ത് വീണ്ടും 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 ക്ഷമ കാണിച്ചിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം ദീൻ നടപ്പിൽ വരുത്തിയത്. നമ്മളെടുത്ത് വീട്ടിലിരുന്നോ, ഭക്ഷണമൊക്കെ കഴിച്ചോ, ഇതാ ഫോൺ എടുത്തൊന്ന് ഞെക്കിയാൽ മതി, ഒന്ന് പഠിച്ചാൽ മതി, എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ കുട്ടികള് പരീക്ഷ മറ്റേത് മറിച്ചത് സുബ്ഹാനല്ലാഹ്. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെ. ആ ഖുർആൻ പഠിക്കുന്നതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വേറെ പലതും ഐഹികമായിട്ടുള്ള പല സ്കില്ലുകൾ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് അള്ളാഹു തന്ന ഗിഫ്റ്റ് എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവൂല. ബനി ഇസ്രായേലിനെ പോലെ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കംപ്ലീറ്റ് എടുത്ത് കൊടുക്കപ്പെടുമ്പോൾ നമ്മൾ മേലോട്ട് നോക്കി നിൽക്കും. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ കാണുക, നമ്മൾ എത്രത്തോളം എംപവർ ചെയ്തിട്ടുണ്ട് നമ്മളുടെ റബ്ബെന്ന്. അതുകൊണ്ട് ഇല്ല ഞാൻ നിങ്ങൾ ഇനി എന്ത് തന്നെ കഷ്ടപ്പെട്ടാലും ഞാൻ പഠിക്കൂല എന്ന് തീരുമാനിക്കുമ്പോൾ റബ്ബിന് ഇത് എടുത്തു കളയാൻ ഒരു പ്രയാസവും ഇല്ല. റബ്ബിന് പുതിയൊരു സമൂഹത്തിനെ കൊണ്ടുവരാൻ, അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുതരാം, നിങ്ങൾക്ക് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഇല്ലല്ലേ മടിയിൽ വെച്ചിട്ട് വായിലേക്ക് ഇങ്ങനെ സ്പൂണിൽ മരുന്നും ഫുഡും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ റബ്ബ് ഇങ്ങനെ ഒഴിച്ചു തന്നിട്ടും സുമ്മ തവല്ലയിത്തും ആണെങ്കിൽ
സുബ്ഹാനല്ലാഹ് ഫലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലകുൻതും മിനൽ ഖാസിരീൻ. നഷ്ടക്കാരിൽ പെട്ടുപോകും നമ്മൾ. അതുകൊണ്ട് റെഡി ആയിരിക്കുക. റബ്ബ് പഠിപ്പിക്കുന്ന ഇൽമ് റബ്ബ് പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും മനസ്സുകൊണ്ട് തയ്യാറായിട്ട് നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു നമുക്ക് ഒരുപാട് 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 അനുഗ്രഹങ്ങൾ, ഒരുപാട് ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആൻ കൊണ്ട് നമ്മൾ ഇഹപര ലോകത്തിലെ വിജയം അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓപ്പൺ ആയിരിക്കുക. റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള എളുപ്പം തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم آت نفسي تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.